Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ഒരു സ്റ്റുഡിയോ വരെ വന്നിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ട് പോകാൻ പാടില്ല. അത് ഭയങ്കര തെറ്റാണ്. അതൊരിക്കലും അത് ചെയ്യാൻ പാടില്ല. എവിടെ പോയാലും ഒരു ഫോണും കൊണ്ട് ആരെങ്കിലും കൂടെ നടക്കുമല്ലോ, അപ്പം തന്നെ പേടി, ദൈവമേ ഇനി ഇവർ ഇതിൻ്റെ എന്താണോ കട്ട് ചെയ്തിടാൻ പോകണത് പേടിയാണ്, സത്യം പറഞ്ഞ പേടിയാണ്. നമ്മുടെ തലയിൽ എഴുതി വിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അല്ലാതെ ഞാൻ എന്നെക്കാൾ നല്ലോണം പാടുന്ന ആൾക്കാരില്ലാഞ്ഞിട്ടുള്ള ഞാനാണ് സുപ്രീം എന്നുള്ളതല്ല അത്. പലരുടെ സ്റ്റോറീസ് പറഞ്ഞത് ഇങ്ങനെ മൂടി അകത്തിരുന്നിട്ട് കൂടെയുള്ളവരുടെ ജീവിതം മിസറബിൾ ആവുന്ന അല്ലാതെ യു ആർ നോട്ട് ഗോയിങ് ടു ഗെയിൻ എനിത്തിങ്. നമുക്ക് നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടാനും പോകുന്നില്ല. അതൊരു റിയലൈസേഷൻ അല്ലേ. ഞാനും ആലോചിച്ച് എന്നെ അത് എപ്പോഴും പറയില്ലേ, നമുക്ക് വേണ്ടി ചീത്താവാൻ ഒരാൾ മുമ്പിൽ വേണം അല്ലേ? അതെ. പെട്ടെന്ന് ഏതെങ്കിലും ഒരു കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഓടും ചേച്ചി മരുന്നുണ്ടോ, അതുണ്ടോ ഇതുണ്ടോ എന്ന് ചോദിക്കും. എൻ്റെ ബാഗിനകത്ത് എൻ്റെ അച്ഛനും അമ്മയും നന്ദനയും ഒഴികെ ബാക്കി എല്ലാവരും ഉണ്ടാവും. എന്ത് പാടിയെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ കേട്ടോ. എനിക്ക് അങ്ങനെയായിരുന്നു. ആവശ്യം ഒന്നാമത് ടെൻഷനും, ഒന്ന് ഇന്നിയർ കേൾക്കാനും പറ്റുന്നില്ല. ലതാജി നേരെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നു. എനിക്കൊന്നും ആവശ്യപ്പെടാനോ ഒന്നും പറയാനില്ല. ഞാൻ കുറേ എൻ്റെ മനസ്സിൻ്റെ ഭാരം ഞാൻ കുറേ അവിടെ ഇരുന്ന് കരഞ്ഞു തീർത്തിട്ട് വന്നു. ഉൻ പേരും എൻ പേരും തെരിയാമലേ உள்ளங்களிடம் மாறும் ஏனோ வாய் பேசவே வாய்ப்பில்லையே வலி தீர வழி என்னவோ. And so നമുക്കിനി കുസൃതി ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ. How many sarees do you own? കണക്കില്ല. അതിന് കൃത്യമായിട്ടൊരു കണക്കില്ല. വിജയ് ചേട്ടനും പുതിയത് വരുമ്പോഴത്തേക്കും കുറച്ച് പഴയത് മാറ്റിക്കൊണ്ടിരിക്കും. എന്നാൽ എന്തായാലും ഒരു 1000 ഒക്കെ കാണൂലേ, ഉണ്ടാവും. അയ്യോ, ചേച്ചി ഷോപ്പിങ്ങിന് പോകുമ്പോൾ ചേച്ചി എനിക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇതെനിക്ക് എടുത്തേ പറ്റൂ, എവിടെ പോയാലും ഞാൻ ആ വഴിക്ക് നോക്കില്ല, അല്ലെങ്കിൽ ഞാൻ കണ്ടാൽ എടുത്തു പോകും എന്ന് തോന്നുന്ന കാര്യം എന്താണ്? സാരി ചിലത് മാത്രം എനിക്ക് ഭയങ്കരമായിട്ട് വേണമെന്ന് തോന്നുന്ന ചിലതുണ്ടാകും. പക്ഷെ അധികം അങ്ങനെ ഇല്ല. ഞാൻ ഉടുക്കുന്ന സാരികൾ എല്ലാം ഞാൻ മേടിക്കുന്നതല്ല കേട്ടോ. എനിക്ക് പലരും തരുന്ന സാരി ചിലത് എനിക്ക് ഇഷ്ടം ഉണ്ടാവും. ചില സാരികൾ, ചില സ്റ്റഫ് എനിക്ക് ഇഷ്ടമല്ല. അപ്പം ചിലതിപ്പോൾ ഒരു തന്നാണല്ലോ, അവർക്കത് ഉടുത്ത് കാണാൻ ആഗ്രഹം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉടുക്കുന്ന സാരികളും ഉണ്ട്. എനിക്ക് അത്ര തൃപ്തി ഇല്ലെങ്കിൽ പോലും അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് സാരി ഗിഫ്റ്റ് കിട്ടാറുണ്ട്. കിട്ടി 2 സാരി സ്റ്റാർ സിംഗറിന്റെ ഷൂട്ടിന് വന്നവരുണ്ട് തന്നത്. അല്ല, ചേച്ചിക്ക് ഇഷ്ടമുള്ള സ്റ്റഫ് എന്തെങ്കിലും ഉണ്ടോ സാരീസിൽ? എനിക്ക് കുറച്ച് ഇങ്ങനെ ഒരുപാട് വണ്ണം തോന്നിക്കാത്ത, ഒതുങ്ങിയിരിക്കുന്ന, പക്ഷെ ഉടുക്കാനൊരു സുഖമുള്ളതായിരിക്കണം. അകത്ത് കുത്തുന്ന ഒന്നും എനിക്കിഷ്ടമല്ല. ചില തുണിയുണ്ടല്ലോ നമ്മളിങ്ങനെ അകത്തിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പം അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. കംഫർട്ടബിൾ ആവണം. ചേച്ചിക്ക് അങ്ങനെ ഭയങ്കര കൺട്രോൾഡ് ആയിട്ടുള്ള ഒരാളെന്നറിയാം. എന്തുണ്ടെങ്കിലും ചേച്ചിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ദേഷ്യം വരുമ്പോൾ എന്താ ചെയ്യുക ദേഷ്യം പോകാൻ വേണ്ടി? ഒച്ചെടുക്കും. കുറച്ച് ഒരുപാട് തൊണ്ട പോകണ്ട, ഒരുപാട് എടുക്കൂല. ഒരുപാട് ദേഷ്യം എടുക്കൂല ഞാൻ. പക്ഷെ ഇവരുടെ ദേഷ്യം വരുമ്പോൾ ഞാൻ പള്ളി ഓടിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. ആരാണ് ഏറ്റവും കൂടുതൽ ചേച്ചിയുടെ ദേഷ്യം കാണുന്നത്? വിജയൻ ചേട്ടൻ തന്നെ ആയിരിക്കും. പക്ഷെ വിജയൻ ചേട്ടനോട് എങ്ങനെയാണ് വഴക്കുണ്ടാകുക? 10 ടൈം സൗണ്ടാണ് വിജയ് ചേട്ടന്റെ. ഒച്ച എടുക്കുന്ന ഞാൻ അവിടെ എല്ലാം എത്തുവോ? എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞിട്ട് പിന്നെ ഞാൻ മൗനം ആചരിക്കും, അത്രേ ഉള്ളൂ. അതാണല്ലോ നമ്മുടെ വെപ്പൺ. One habit you have gotten rid of. ബെഡ്റൂമിൽ എഴുതി വെച്ചിട്ടുണ്ട്, ആംഗ്രി ആയിട്ടിരിക്കുമ്പോ don't put words in your mouth. അതെ, ബോൾ ഹാങ്ങിങ് പോലെ അങ്ങനെ ഒരെണ്ണം മേടിച്ചവിടെ വെച്ചിട്ടുണ്ട്, ഓർക്കാൻ വേണ്ടി. എപ്പോഴും ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഒരു വാക്ക് വായിന്ന് വീണുപോയാൽ തിരിച്ചെടുക്കാൻ പറ്റില്ല. ഒരു അടിയാണെങ്കിലും മറന്നുപോകും, പക്ഷെ മറ്റു വാക്കുകൾ അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു എഴുതി വെച്ചിട്ടുണ്ട്, ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാൻ. One habit you have gotten rid of. ബെഡ് ക്ലിയർ ചെയ്യുക, അതൊരു വലിയ പ്രശ്നമാണെന്നറിയാം. നനഞ്ഞ ടവല് ബെഡിൽ കിടന്നാൽ അത് വലിയ പ്രശ്നമാണെന്ന്. അതൊന്നും സമ്മതിക്കൂല. അതൊക്കെ എന്നെ ഏറ്റവും ഇറിറ്റേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ്. അപ്പൊ അതൊന്നും മാറ്റിയിട്ടില്ല, വഴക്കുണ്ടാക്കും. അതൊക്കെ വഴക്കുണ്ടാക്കും, ഒന്നും മാറൂല. പിന്നെ അങ്ങനെ പറയണമെങ്കിൽ പറയാൻ പറ്റുന്നത്, ഇപ്പം എനിക്ക് എൻ്റെ ശബ്ദത്തിന് പറ്റാത്ത ചില ഫുഡ് ഞാൻ അവോയ്ഡ് ചെയ്യും. ലൈക്ക് ചിലത് പിക്കിള് കഴിക്കാറില്ല. പിക്കിള് കഴിക്കാറേ ഇല്ല.
ഒരുപാട് ഓയിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കണ കറികളൊന്നും ഞങ്ങൾക്ക് എരിവ് ഒട്ടും കഴിക്കാൻ പറ്റില്ല. അതൊക്കെ ഒഴിവാക്കിയതാണ്. നോൺ വെജ് പണ്ട് കഴിച്ചിരുന്നു, ഞാനിപ്പോൾ പ്യുവർ വെജിറ്റേറിയൻ ആണ്. അതൊക്കെ ഒഴിവാക്കിയ കാര്യങ്ങളാണ്. ഈയിടയ്ക്കിടെ ഏറ്റവും ഫേവറേറ്റ് ഹൊറർ മൂവി, ഹൊറർ സിനിമ ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാം. ഡൈസറ. ഡൈസറെ നമ്മുടെ ലാലേട്ടന്റെ മകന്റെ. ആ മൂവി പോയി കണ്ടു. അത് കണ്ടോ? അത് ഇപ്പൊ അടുത്ത കാലത്ത് കണ്ടല്ലോ, ഒരു ഇച്ചിരി പേടിയായ സിനിമയാണ്. ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരു ഇഷ്ടപ്പെട്ട സിനിമയുണ്ട്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഭ്രമയുഗം ഭൂതകാലം. ഭ്രമയുഗം എനിക്ക് ഇഷ്ടപ്പെട്ട. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാത്തത് എന്തറിയാമോ, ആ അടുക്കളയുടെ വൃത്തി. അയ്യോ, ആ അടുക്കളയും ആ ഫുഡും ഒക്കെ അയ്യോ എങ്ങനെ കഴിക്കും നമുക്കിങ്ങനെ. എനിക്ക് അത് കാരണമാണ് ആ സിനിമയ്ക്ക് എടുത്തൊരു ദേഷ്യം വന്നു. ഉടനെ എൻ്റെ അടുത്ത് പിന്നെ കുട്ടിച്ചാത്തൻ്റെ വീട് പിന്നെ എങ്ങനെ ഇരിക്കും, അടുക്കള വൃത്തിയാക്കി വെക്കാൻ പറ്റുമോ, അതൊക്കെ. എൻ്റെ വീട്ടിൽ വരണ്ട, വന്നു കഴിഞ്ഞാൽ പ്രശ്നം. ഒരറ്റം തൊട്ട് മറ്റൊറ്റം വരെ ചേച്ചിക്ക് പ്രശ്നങ്ങളെ. എനിക്ക് വൃത്തിയില്ലാത്ത സ്ഥലത്തൊന്നും എനിക്കൊന്നും കഴിക്കാനും പറ്റില്ല. ഹസ്ബൻഡ് പറയും ഇത് മാനസിക രോഗമാണെന്ന് പറയും. വിജയ് ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം? വിജയൻ ചേട്ടന് ഇങ്ങനെ ഒരുപാട് ന്യൂസ് കാണല്, ഒരുപാട് വായിക്കും, അതൊക്കെയാണ് വിജയൻ ചേട്ടൻ്റെ ഏറ്റവും. നമ്മൾ ശല്യപ്പെടുത്താൻ ചെല്ലാണ്ടിരുന്നാൽ മതി, പീസ്ഫുൾ ആയിട്ട് അങ്ങ് വിട്ടാൽ അവിടെ സമാധാനമായിട്ട് ഇരുന്നോളും. ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വല്ലപ്പോഴും കൊണ്ട് കഴിക്കാൻ കൊടുക്കുക, അങ്ങ് വിട്ടേച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. ചേച്ചിക്ക് കുക്കിംഗ് ഇഷ്ടമാണോ? കുക്കിംഗ് അറിഞ്ഞൂടാന്ന് വെച്ചാൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, എല്ലാം പരാജയമായിരുന്നു. ഈ കോവിഡ് സമയത്ത് ശരിയെന്ന് വെറുതെ ഇരിക്കുകയല്ലേ, കുക്കിംഗ് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ എങ്കിലും തമാശയ്ക്ക് വേണ്ടി കുക്കിംഗ്, ഒരു വീഡിയോ ബൈറ്റ് എടുക്കാൻ വേണ്ടി ഒരു സാരിയൊക്കെ കൊടുത്തു. ഞാൻ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നതെങ്കിലും എൻ്റെ ഒരു കുക്കിംഗ് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഉപ്പ് മാങ്ങ ചമ്മന്തി ശ്രമിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് വെച്ചു, എല്ലാം പറഞ്ഞു, ഇതിനെ മിക്സിക്കകത്തൊക്കെ ഇട്ടു. എന്നിട്ട് ഞാൻ പറയാണ് ഇത് അധികം അരയാൻ പാടില്ല, ഈ പറയുമ്പോഴൊക്കെ ഇത് കിറന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് മിക്സി. അതൊന്ന് ജസ്റ്റ് ക്രഷ് ആവാനേ പാടുള്ളൂ എന്ന് പറഞ്ഞ് തുറന്നപ്പോൾ നല്ല മഷി പോലെ അരഞ്ഞു കഴിഞ്ഞു. ഇപ്പം ഞാൻ സ്വയം അയ്യോ കൂടുതൽ അരഞ്ഞു പോയി എന്ന് പറഞ്ഞ് അവിടെ എല്ലാവരും കൂടെ കളിയാക്കി. കുക്കറി ഷോ, ഒരു അടുപ്പ് കത്തിക്കാതെ കുക്കറി ഷോ ചെയ്ത ഒരാൾ ചേച്ചിയായിരിക്കും. പിന്നെ അവിടത്തെ എനിക്ക് എല്ലാവരും കൂടെ കളിയാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഞാനത് പോസ്റ്റ് ചെയ്ത് വെറുതെ ചെയ്തില്ല. അത് നേരെ പറയാനും അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞു തന്നപ്പോൾ ഇത് കഞ്ഞിക്കും ചോറിനും ചപ്പാത്തിക്കും കൂടെ വായിൽ വന്നു. ആരെങ്കിലും ചപ്പാത്തി ചമ്മന്തി കൂട്ടി കഴിക്കുമോ? അതെന്തായാലും പോസ്റ്റ് ചെയ്യണ്ടായിരുന്നു. കൊളമായിപ്പോയി, പിന്നെ അത് പോസ്റ്റ് ചെയ്തില്ല, അങ്ങനെ അല്ല വീട്ടിൽ നിന്ന് എനിക്ക് ട്രോള് കിട്ടി. പിന്നെ എങ്ങനെ പുറത്ത്. ഈ സോഷ്യൽ മീഡിയ പേടിയുണ്ടോ? നല്ല പേടിയുണ്ട്. ഓരോന്നും പറയുമ്പോൾ ഇപ്പം ആരെങ്കിലും എവിടെ പോയാലും ഒരു ഫോണും കൊണ്ട് ആരെങ്കിലും കൂടെ നടക്കുമല്ലോ, അപ്പം തന്നെ പേടി, ദൈവമേ ഇനി ഇതിൻ്റെ എന്താണോ കട്ട് ചെയ്തിടാൻ പോണത് പേടിയാ. സത്യം പറഞ്ഞാൽ പേടിയാ. എനിക്ക് 1-2 അനുഭവങ്ങൾ ഉണ്ടായി, അതുകൊണ്ടാണ്. ഏതെങ്കിലും ഒരു അനുഭവം ഷെയർ ചെയ്യാൻ പറ്റുമോ? റീസെൻ്റ് ആയിട്ട് നടന്ന ഒരെണ്ണം പറയാം. നമ്മുടെ രവീന്ദ്ര മാഷിൻ്റെ പേർക്കൊരു അവാർഡ് ഉണ്ടായിരുന്നു, ഇവിടെ കൊച്ചി വെച്ചിട്ടായിരുന്നു. അപ്പോൾ ആ ഫംഗ്ഷന് ഞാൻ അങ്ങോട്ട് ചെന്ന് എൻ്റെ കയ്യിൽ നിന്നുള്ള ബൊക്കെ പോലും മാറ്റിയിട്ടില്ല, എന്നെ കൊണ്ടൊരു കസേരയിൽ ഞാൻ ഇരുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്നിങ്ങനെ പരിചയക്കാരെല്ലാവരും ഇങ്ങനെ വന്ന് അടുത്തോട്ട് വരുന്ന സമയം എൻ്റെ മടിയിൽ അപ്പോഴും ബൊക്കെ ഇരിപ്പുണ്ട്, ഞാൻ മാറ്റിയിട്ടില്ല. അത് എന്ന് വെച്ചാൽ നമ്മൾ സെറ്റിൽഡ് ആയില്ല. അപ്പോഴേക്ക് പുറകിൽ നിന്ന് ഒരു അമ്മ വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞ് വന്നപ്പോൾ ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ എടുക്കാൻ അറിയാത്തൊരാളുടെയും കയ്യിൽ കൊടുത്തിരുന്നെങ്കിൽ വേഗം എടുത്ത് കൊടുത്തേനെ. ഇപ്പം തന്നെ ഫോക്കസ്, ഇപ്പം ഞാൻ ഇങ്ങനെ തല ഇങ്ങനെ മാറ്റി കൊടുത്തു, ഒരുപാട് അടുത്തല്ലാതെ ഫോട്ടോ രണ്ടുപേരും കൂടെ കിട്ടത്തക്ക വിധത്തിൽ ഞാനിങ്ങനെ നീങ്ങി ഇരുന്ന് കൊടുത്തു. അപ്പം കൈ കൊണ്ട് എൻ്റെ മുടിയിൽ, അവരുടെ കൈ എൻ്റെ മുടിയിൽ ഇങ്ങനെ പ്രസ് ചെയ്തു. അപ്പം അന്ന് ചെറിയൊരു തലയിലൊരു ചെറിയ മുടി അറ്റാച്ച്മെന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇത്ര ചമ്മണ്ട കാര്യമൊന്നുമില്ല, അത് നമ്മളെല്ലാവരും വെക്കുന്നതാണ്. അത്യാവശ്യം ഒരു പബ്ലിക്കിൽ ചെന്ന് അത് ഊരി വന്നാലുള്ളൊരു നാണക്കേടെന്ന് ആലോചിച്ചു നോക്കും. അപ്പം അവരിങ്ങനെ പ്രസ് ചെയ്തപ്പോൾ എനിക്ക് തല അവിടെ ഇങ്ങനെ വലിഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മുടി കൈ മാറ്റി, എനിക്ക് കൈ തട്ടി മാറ്റാനൊന്നും പറ്റില്ലല്ലോ. അപ്പം ഞാൻ കൈ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മുടിയൊന്ന് ഞാനിങ്ങനെ പറഞ്ഞ് ഇത്രയും ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് ഇട്ടു സോഷ്യൽ മീഡിയയിൽ. പിന്നെ അങ്ങോട്ട് അവിടെ എന്താണെന്നോ ഞാൻ എന്ത് പറഞ്ഞെന്നോ ഒന്നും അറിയാത്ത ആൾക്കാരാണ് ഇങ്ങനെ ചീത്ത വിളിച്ച്. അതെ, ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊന്നും നോക്കുന്ന ആളല്ല, പക്ഷെ എനിക്ക് ആരെങ്കിലും ഒരാൾ അയച്ചു തരും.
അല്ലെങ്കിൽ ഞാനിതൊന്നും അറിയുപോലും നോവിപ്പിക്കാൻ വേണ്ടി ആരും കണ്ടിട്ട് അച്ഛൻ ചുമ്മാ നമ്മളിങ്ങനെ തൊടുമ്പോൾ താഴെ ഇങ്ങനെ ഒന്നൊന്നും അങ്ങനെയാണ് ഞാൻ ഈ ഇപ്പം എനിക്ക് ആരെങ്കിലും ഒരാൾ ഒരു ലിങ്ക് അയച്ചു തന്നെ ഞാൻ തന്നെത്താനെ പോയി നോക്കുന്ന അതെനിക്ക് അറിഞ്ഞുകൂടാ ചെയ്യാൻ ഇപ്പോഴും അറിഞ്ഞുകൂടാ. ഇപ്പം ആരെങ്കിലും ഒരു ഇൻസ്റ്റയിൽ എന്തെങ്കിലും ഒരു സാധനം എനിക്ക് അയച്ചു തന്നാൽ ഞാനത് തൊടുമ്പോൾ അതിൻ്റെ താഴെ ഇങ്ങനെ ഒന്നൊന്നും അങ്ങനെയാണ് ഞാൻ ഈ കാണുന്നത്, അല്ലാതെ ഒന്നും കാണാറില്ല. അപ്പോൾ അന്ന് ഇതുപോലെ അപ്പം അന്ന് ഞാനപ്പോൾ ആലോചിച്ചു കേട്ടോ, അവിടെ എന്താണ് നടന്നതെന്നോ ഒരാൾ വന്ന് ഇരുന്നിട്ട് പിന്നെ എത്രയോ പേര് വന്ന് ഫോട്ടോ എടുത്ത് പോയി, അതൊന്നും പ്രശ്നമില്ല. ആ ഒരു നിമിഷം എൻ്റെ മുടിയിൽ നിന്ന് ഞാൻ പറഞ്ഞു പോയതാണ് പ്രശ്നം. അപ്പം അവർക്ക് അവരുടെ ഉദ്ദേശം എന്തായിരിക്കും, ആ ഒരു റീല് ചീത്ത വാങ്ങിച്ച് തരിക എന്നുള്ള ഉദ്ദേശമല്ലേ, അല്ലെങ്കിൽ അത്രയും മാത്രമായിട്ട് ഇടുവോ ആരെങ്കിലും? എന്താണ് പോയി വന്നിരുന്നതേ ഉള്ളൂ, എല്ലാവർക്കും ഞാനും മനുഷ്യനല്ലേ അല്ലേ ആലോചിച്ചു. ഭയങ്കര പേടി, ഫോണും കൊണ്ട് ആര് കൂടെ വന്നാലും ഇപ്പം നനച്ച് പടപടപടപടാന്നിരിക്കും. ഈശ്വര ഇനി വല്ലതും ചോദിക്കും, ഇനിയും ഞാൻ എന്തെങ്കിലും പറഞ്ഞ് എൻ്റെ മുഖത്ത് തന്നെ വല്ല ഭാവഭേവം വന്ന് അതെടുത്തിടുവോ, ഏതാന്ന് അറിയാൻ വയ്യല്ലോ. അത് ഭയങ്കര ഇപ്പം അതൊരു സത്യം തന്നെ അതൊരു നമ്മുടെ പ്രൈവസി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാതെ പോയി, അതൊരു സത്യം തന്നെയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഞാനൊന്നും ഹാൻഡിൽ ചെയ്യാറില്ല. വിജയൻ ചേട്ടനും ബീനുവും ഉണ്ട്. ബീനു തന്നെ എനിക്കൊരു അനിയനുണ്ട്, അവർ രണ്ടുപേരും കൂടിയാണ്. അവർ രണ്ടുപേരും കൂടി നോക്കിക്കോളും. പിന്നെ ട്യൂബ് ലൈറ്റ് എന്നുള്ളൊരു നിക് നെയിം ഉണ്ടോ ചേച്ചിക്ക്? പല കാര്യങ്ങളും ഒറ്റയടിക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. ഇവരെല്ലാവരും എന്നെ കളിയാക്കും കേട്ടോ, ഞാൻ ട്യൂബ് ലൈറ്റ് ആണെന്നും പറഞ്ഞിട്ട്. കഴിഞ്ഞ തവണ ഞങ്ങൾ ഡിന്നറിന് പോയപ്പോൾ ഇവരെല്ലാവരും എന്നെ കളിയാക്കി. എനിക്ക് സ്ഥിരം കിട്ടാറുള്ളതാണ്. എന്തെങ്കിലും പറഞ്ഞ് എല്ലാവരും ചെയ്യും, ഞാൻ അതെന്തോന്ന് ഞാനിങ്ങനെ ചോദിക്കും. ഇപ്പം നമ്മൾ സ്റ്റാർ സിംഗറിൽ തന്നെ ഇരിക്കുമ്പോൾ തന്നെയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ അവിടെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ അതെന്തോന്ന് ഇപ്പം തന്നെ ഇതൊരു ബാബുസ്വാമി എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു റീല് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. എനിക്കിത് ആരാന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പം അത് പറഞ്ഞ് എല്ലാവരും ചിരിക്കും, ഞാൻ അതെന്തോന്ന് അതാരും ചോദിച്ചപ്പോൾ ഈ ചേച്ചി പിന്നെ ഏത് ലോകത്താണ് ചോദിക്കാൻ. പിന്നെ എനിക്ക് ഒരാളത് ഇട്ട് കാണിച്ചു തന്നു അതെന്തോന്നാണെന്നുള്ളത്. സോഷ്യൽ മീഡിയയിൽ ഇത്തിരി പ്രസൻസ് വേണം, കുറച്ചുകൂടെ റീൽസ് ഒക്കെ കാണണം. നമ്മുടെ സമാധാനം പോണ കാര്യങ്ങളൊന്നും കാണണ്ട. ലാസ്റ്റ് ഈ ഫീൽ ഗുഡ് സിനിമകളുടെ ഒരു ഫാൻ ആണെന്ന് അറിയാം. ഏറ്റവും അധികം ചിരിച്ച സിനിമ ഉരുണ്ട് ചേച്ചി? എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഫാലിമി കണ്ടിട്ട് എനിക്ക് ഭ്രാന്തടിച്ചു. ഞാൻ 100 പ്രാവശ്യം കണ്ട് ജയ 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 ഒരുപാട് ഇഷ്ടപ്പെട്ട. അടുത്ത ഞങ്ങൾ സമീപകാലത്ത് കണ്ടതില് പിന്നെയും വേറെ 2-3 സിനിമകളുണ്ട് ചിരിച്ച. ടു കൺട്രീസ് അതിന് മുമ്പ് അതുപോലെ ചിരിച്ചിങ്ങനെ ജയ ജയ ജയാണ് ഏറ്റവും കൂടുതൽ ചിരിച്ച അടുത്ത കാലത്ത്. ഞാൻ ഇപ്പോഴും ഫ്ലൈറ്റിലൊക്കെ ഇരിക്കുമ്പോഴേ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ ഇപ്പോഴും കാണുക. മറ്റേ ബാംഗ്ലൂർ ഡേയ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മൂവിയായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കുറേ എപ്പോൾ കണ്ടാലും വീണ്ടും ഇങ്ങനെ മണിച്ചിത്രത്താഴ് എനിക്ക് അതുപോലെ ആയിരുന്നു കേട്ടോ. എത്ര തവണ കണ്ടാലും കിലുക്കം. ബാലഗോപാലൻ എം എ, ദാസനും വിജയനും അതിന്റെ 3 സീരീസ്, പട്ടണപ്രവേശം, നാടോടിക്കാറ്റ്, അക്കരെ അത് എപ്പോഴും എപ്പോ വേണമെങ്കിലും അത് വീണ്ടും കണ്ടാൽ എനിക്ക് ബോറടിക്കൂല. ഞാൻ ഈ ഇടയ്ക്ക് ശ്രീനിവാസൻ സാറിനെ കുറിച്ച് ഞാനൊന്ന് എഴുതുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന ശ്രീനിവാസൻ സാറിന്റെ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഞാൻ ഒത്തിരി അധികം ചിരിച്ച ഒരു സിനിമയാണ്. അതിനകത്ത് സാറ് കാർത്തിക ചേച്ചീനെ ബൂ ചെയ്യാൻ വേണ്ടി നടക്കുന്ന ചിത്ര ചേച്ചിയുടെ കൂടെ 2 പാട്ട് മൂളാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ എനിക്ക്. അല്ല, കറക്റ്റ് ട്യൂണിൽ പാടുന്നുണ്ട്. ഭയങ്കര രസമായിരുന്നു അല്ലേ? ഇപ്പൊ ശരിക്കും നമ്മളൊരു കാലഘട്ടം മാറിയ മാതിരി തോന്നുന്നു അല്ലേ ചിത്ര ചേച്ചി? അതെ അതെ, ശരിക്കും ഒരു എന്താ പറയണ്ട ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സ്. അവർ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. എത്ര പേരെയാ നമ്മൾ മിസ് ചെയ്യുന്നത് ശരിക്കും. ചേച്ചി ഇപ്പോൾ ചേച്ചിക്ക് ഏറ്റവും അധികം സിങ്ക് ആയിട്ട് തോന്നിയ ഹീറോയിനെ എന്താണ് പാട്ട് പാടുമ്പോൾ? എത്ര ഹീറോയിൻസിന് പാടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആലോചിക്കായിരുന്നു. എന്നോട് ആദ്യം ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല ആർക്കാണ് എൻ്റെ വോയിസ് ആപ്റ്റ് എന്നുള്ള ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ആദ്യം എന്നോട് അങ്ങനെ ഒരു അവരുടെ അവരുടെ ഡബ്ബിങ് ആർട്ടിസ്റ്റിന്റെ ശബ്ദം എൻ്റെ ശബ്ദം ഒന്നായതുകൊണ്ടായിരിക്കാം, എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ അടുത്ത് വന്ന ആദ്യം ഒരാൾ പറഞ്ഞത് സൗന്ദര്യയുടെ തെലുങ്ക് പാട്ടിനാണ് പറഞ്ഞത്. ഭയങ്കര പാട്ട് ചെയ്ത് ഡയലോഗ് ചെയ്തെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിൽ സാമ്യമുണ്ടെന്ന് ഒരാൾ ശബ്ദത്തിന്റെ അതാണ് പറഞ്ഞത്, ഫ്രീക്വൻസിയാണ് പറഞ്ഞത്. അതൊരു ലോസ് ആയിരുന്നു കേട്ടോ ശരിക്കും. അങ്ങനെ സൗന്ദര്യയുടെ കൂടുതൽ തെലുങ്ക് സിനിമകളിൽ ഞാൻ പാടിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് പറഞ്ഞത് ഏറ്റവും അവരുടെ ശബ്ദത്തിന് ഏറ്റവും അവരുടെ ഫേസിനും അവരുടെ ഡയലോഗ്സ് ഡെലിവറിക്കും കൂടുതൽ ആപ്റ്റായിട്ട് എൻ്റെ വോയിസ് തോന്നിയിട്ടുണ്ടെന്ന് 1-2 പേര് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളവരെല്ലാവരും എല്ലാവർക്കും ചേർച്ചപ്പോൾ ഖുഷ്ബുവിനും ഞാൻ ഒരുപാട് പാടിയ പാട്ടുള്ള പാട്ടുണ്ട്, സുഹാസിനിക്ക് പാടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ വോയിസ്
ചേരുന്നവരെ പോട്ടെ എന്നുള്ള- ഏകദേശം എല്ലാവർക്കും പാടിയിട്ടുണ്ട്. ചേച്ചിയുടെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്താണ്? ഒന്ന് മധുരം ഭയങ്കര ഇഷ്ടമാണ്, അതൊന്ന്. പിന്നെ ക്ലീൻ ആയിരിക്കണം. അത് ടോയ്ലറ്റൊക്കെ ആണെങ്കിലും ഒരുവിധം വൃത്തിയില്ലാത്തടത്ത് എനിക്ക് ഇരിക്കാൻ പറ്റൂല. ഈ മധുരത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ചേച്ചിക്ക് മധുരം ഇനി ഇപ്പം നമ്മൾ സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് എടുത്തപ്പോൾ സംസാരിച്ചപ്പോൾ ചേച്ചിയോട് പറഞ്ഞു നെയ്യപ്പം രാവിലെ ചേച്ചി നെയ്യപ്പം കഴിച്ചിട്ടാണ് തുടങ്ങിയത്. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മധുര പലഹാരം എന്താ? മധുരമുള്ള എല്ലാം ഇഷ്ടം. എല്ലാ മധുരം എന്ന് പറഞ്ഞാൽ ചിലത് മാത്രമേ ഉള്ളൂ ഇഷ്ടമില്ലാത്തത്. അപ്പം അല്ലാത്ത ഒരുവിധമുള്ള മധുരം, ഈ കടുപ്പിക്കുന്ന മധുരമല്ലേ, അത് ഇഷ്ടമല്ല. അല്ലാത്ത മധുരമൊക്കെ ഇഷ്ടം, ലൈറ്റ് ആയിട്ടുള്ള മധുരം. ചേച്ചിയെ കാണുമ്പോൾ മിക്കവാറും എല്ലാവരും സ്റ്റാർ സ്ട്രക്ക് ആയിട്ട് നിൽക്കുകയാണ് പതിവ്. യു ആർ ഓഫ് ഐക്കൺ. നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഐക്കണാണ്. ചേച്ചി എന്തെങ്കിലും ആരെങ്കിലും കണ്ടിട്ട് ദൈവമേ എനിക്ക് ഇവരെ കാണാൻ ഉള്ളൊരു അവസരം കിട്ടിയില്ല? ഒത്തിരി പേരുണ്ട്. നമ്മൾ ലതാജി, ആശ, സുശീലമ്മ, ജാനകിയമ്മ, അവർ നമ്മുടെ അടുത്ത, അതെ, ചെന്നൈയിലാണ്. നമുക്ക് പലപ്പോഴും റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലൊക്കെ ആണെങ്കിലും മീറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം ലതാജി, ആശാജിയൊന്നും അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആദ്യമായിട്ട് ലതാജിയെ കാണാൻ പോയതോ മുമ്പിൽ പാടിയതൊക്കെ എനിക്ക് ഭയങ്കര എന്താ പറയണ്ട സന്തോഷം. ഒരു വശത്ത് അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും ഭയങ്കര ടെൻഷനായിരുന്നു, ഭയങ്കരമായിട്ട് പേടിച്ചു. ലതാജിയുടെ 75th ബർത്ത്ഡേക്ക് ബോംബെയിൽ വെച്ചിട്ടൊരു പ്രോഗ്രാം. അതിനെന്താന്ന് വെച്ചാൽ സൗത്തിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. സൗണ്ട് ചെക്കിന് ചെയ്യാൻ പോയപ്പോൾ അവിടെ ഈ ഷീറ്റ് ഇട്ട സ്റ്റേജാണ്. അത് വലിയ ഏതോ ഒരു ഗ്രൗണ്ടിൽ കെട്ടിയുണ്ടാക്കിയ സ്റ്റേജാണ്. അപ്പം നമ്മളവിടെ ചെല്ലുമ്പം പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, അതിൻ്റെ ഇടയിൽ കൂടെയാണ് സൗണ്ട് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ അടിയും മഴയും ഒക്കെ കാരണം ഒന്നും പ്രോപ്പറായിട്ട് കേൾക്കാൻ പറ്റിയില്ല. പ്രോപ്പർ സൗണ്ട് ചെക്ക് നടന്നില്ല. പിറ്റേ ദിവസം വന്നു കഴിഞ്ഞിട്ട് വൈകുന്നേരം എൻ്റെ അടുത്തൊരു 3 മണി 4 മണിക്കൊക്കെ വരാൻ പറഞ്ഞു. ഒന്നുകൂടെ സൗണ്ട് ചെക്ക് ചെയ്തിട്ട് കയറാൻ. 3 മണി 4 മണി മുതൽ വന്നോണ്ടിരിക്കുന്ന സൗണ്ട് ചെക്ക് നടന്നില്ല. അപ്പം ഒരു കോൺഫിഡൻസ് ഇല്ലാണ്ടാണ് സ്റ്റേജിൽ കയറുന്നത്. സൗണ്ട് ചെക്ക് ചെയ്ത് നമുക്കെല്ലാം ഇന്നിയർ പ്രോപ്പറായിട്ട് കേൾക്കാമോ, നമുക്ക് പാടുമ്പോൾ ഇത്തിരി ശ്രുതിയും താളവും ഒക്കെ ഒന്ന് കേൾക്കണ്ടേ, അതൊക്കെ ഉണ്ടോന്നൊന്നും ചെക്ക് ചെയ്യാൻ പറ്റിയില്ല. ആദ്യത്തെ പാട്ട് എൻ്റെയും, എനിക്ക് ശേഷമാണ് ആദ്യത്തെ പാട്ട് എപ്പോഴും ഒന്ന് ബാലൻസ് ആയി വരണമല്ലോ. അപ്പോൾ ആദ്യത്തെ ഗിന്നി പിഗ് ഞാനായിരുന്നു. എൻ്റെ 2 പാട്ടും ആദ്യം കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു വിധത്തിൽ നമുക്ക് നമ്മുടെ ടെൻഷൻ ആദ്യം അങ്ങ് കഴിയും. പക്ഷെ എന്നാലും നമുക്ക് പ്രോപ്പറായിട്ട് കേൾക്കാൻ വയ്യാതെ തുടക്കത്തെ പാട്ടെന്ന് പറയുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. അന്ന് ലതാജിയുടെ മുമ്പിൽ 2 പാട്ട് പാടി. എന്ത് പാടിയെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ കേട്ടോ. എനിക്ക് അങ്ങനെയായിരുന്നു. ആ വെച്ചാൽ ഒന്നാമത് ടെൻഷനും, ഒന്ന് ഇന്നിയർ കേൾക്കാനും പറ്റുന്നില്ല, ലതാജി നേരെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നു, എല്ലാം കൂടെ ഒരു ട്രാൻസിലായിരുന്നു. എന്താണ് നടന്നതെന്നൊന്നും അറിയില്ല. അതിന് ശേഷം അങ്ങനെ ഒരു സ്റ്റേജായിരുന്നു. അപ്പം അങ്ങനെയുള്ള അവസരങ്ങളുണ്ട്. പിന്നെ ആശാജിയെ ആദ്യമായിട്ടും കണ്ടതൊരു ഫ്ലൈറ്റിലാണ് കാണുന്നത്. ദാസേട്ടൻ്റെ കൂടെ ഞാൻ ഒരു ഷോവിന് പോവാണ്. അപ്പോൾ ഫ്ലൈറ്റിലിരിക്കുമ്പോഴാണ് ദാസേട്ടൻ ഇങ്ങനെ വന്ന് പറഞ്ഞത്, ദാസേട്ടൻ ആശാജി മുമ്പിൽ ഇരിപ്പുണ്ട്. ദാസേട്ടൻ്റെ മുമ്പിൽ അങ്ങോട്ട് പൈലറ്റിനെ എന്തോ കാണാനായിട്ട് പോയിട്ട് വരുമ്പോൾ ആണ് ആശാജി ഇരിക്കുന്നത് കണ്ടപ്പോൾ സംസാരിച്ചിട്ട് വന്നു. ഇവർ എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു തരുമോ എന്ന് വെച്ച് അങ്ങനെ എന്നെയും കൂടെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി. ലതാജി ചേച്ചിയുടെ ലൈഫിൽ ഒരു വളരെ പിവറ്റലായിട്ടുള്ള ഒരു മൊമെന്റിൽ ലതാജി വന്നിട്ടുണ്ട്. വീട്ടിൽ വന്നിട്ടൊന്നുമില്ല, ലൈഫ് ആൻഡ് ഷീ കോൾഡ് യു. അതെ അതെ. ലതാജി പറഞ്ഞു സംഗീതത്തിലേക്ക് തിരിച്ചു വരണം. സത്യം. ഒരിക്കലും സംഗീതം ഞാൻ വിശ്വസിച്ചില്ല ആദ്യം ലതാജിയാണ് വിളിക്കുന്നതെന്ന്. എനിക്ക് വിശ്വാസമില്ലായിരുന്നു. ഒരു ലേഡി വിളിച്ചിട്ട് ലതാജി വാണ്ട്സ് ടു ടോക്ക് ടു, ഞാനിത് ഏത് ലതാജി, നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഒരിക്കലും ഞാൻ വേറെ ഏതോ ഇത് ഏത് ലതാജിയുടെ കാര്യം പറയണമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ ഇനി പ്രാങ്ക് ആണോ എന്നൊക്കെ നമുക്കിങ്ങനെ തോന്നൂലേ, ഇത് ആരാണ് എന്താണെന്നൊരു പിടിയില്ലല്ലോ പറഞ്ഞിട്ട് ആദ്യത്തെ കോൾ കഴിഞ്ഞത് കട്ടായി. അപ്പോൾ ഞാൻ ആരും ലതാജി എന്ന് പറഞ്ഞു. ലതാജി വാണ്ട്സ് ടു ടോക്ക് ടു യു. ഇത് ഏത് ലതാജി? അപ്പോൾ എൻ്റെ നീസ് ഉണ്ട് അവിടെ. മമ്മി ഒറിജിനൽ ലതാ മങ്കേഷ്കർ ആയിരിക്കുമോ? പിന്നെ എന്നെ വിളിക്കാൻ പോവല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടും ഞാനത് സീരിയസ് ആയിട്ട് എടുത്തതേ ഇല്ല. അത് കഴിഞ്ഞപ്പോൾ 2ാമത് വീണ്ടും വിളിച്ചു. അപ്പോൾ അവൾ എടുത്തു, എൻ്റെ നീസ് എടുത്തു. അവൾ എടുത്തിട്ട് സംസാരിച്ചിട്ട് പ്ലീസ് ഹോൾഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ തന്നു. അപ്പം ഞാനൊന്ന് പരീക്ഷണമായിട്ട് പിടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. ലതാജിയുടെ ശബ്ദം കേട്ടു. അപ്പോൾ ഒരു എന്താ പറയണ്ട, ഒരു വിശ്വസിക്കാൻ പറ്റാത്തൊരു നമുക്കൊരു, എനിക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം, എനിക്ക് ഇതൊക്കെയുള്ള ഒച്ച വരിക. എൻ്റെ കൺട്രോളിലല്ല ഞാൻ, മനസ്സിലായില്ലേ? എനിക്കിങ്ങനെ സംസാരിക്കും, ഇങ്ങനെ ഒച്ച വരില്ല. നമുക്കൊരു ആ ഒച്ച ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അത് ഞാൻ അറിയാതെ അങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റ് അങ്ങനെ വരുന്നുണ്ടായിരുന്നു. ചേച്ചി ശരിക്കും മോളുടെ പാസിംഗ് അവേന് ശേഷം എത്ര നാളാണ് ചേച്ചി ഒരു ബ്രേക്ക് എടുത്തത് സിനിമയിൽ നിന്ന്? ആ ഒരു സമയത്തല്ലേ ലതാ മാം വിളിച്ചത്? അത് ആ സമയം എന്ന് പറയുമ്പോൾ ഞാനൊരു സെപ്റ്റംബർ ഒക്കെയാണ് എന്തോന്ന്. പിന്നെ രഞ്ജിനിയൊക്കെയാണ് എൻ്റെ പുറകിൽ എന്നെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഏറ്റവും കൂടുതൽ
വർക്ക് ചെയ്ത ആൾക്കാരൊന്നും രഞ്ജിനി, പിന്നെ വിജയ് ടി വിയിൽ റൗഫ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരൊക്കെ ഞാൻ വന്നാലേ ഷൂട്ട് തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റിൽ നിന്ന് രഞ്ജിനി എല്ലാ മാസവും അയക്കുമായിരുന്നു കേട്ടോ. എന്നെ ഒന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ. അപ്പോൾ എനിക്ക് എപ്പോഴൊന്നും തിരിച്ച് വരണമെന്നേ ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ലതാജിയുടെ പേർക്കുള്ളൊരു അവാർഡ് ഹൈദരാബാദിൽ കൊടുക്കണം. അത് എന്നെ സെലക്ട് ചെയ്തു, ഞാൻ പോയി വാങ്ങിക്കണം. അപ്പം ഞാനന്ന് പുറത്ത് പോകാനുള്ള അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലതാജി വിളിച്ചിട്ട് പറഞ്ഞത് യു മസ്റ്റ് ഗോ, ഞാൻ വരും. ചേച്ചി പാടി ചേച്ചി ഇതിന് ശേഷം പാടിയത് എപ്പോഴാണ്? എത്ര നാളത്തെ ഗ്യാപ്പിന് ശേഷം? പാടിയില്ല, വലിയൊരു ഗ്യാപ്പിന് ശേഷം പിന്നെ പാടി തുടങ്ങി. പിന്നെ പാടിയത് അതെന്താ? രാജാ സാറിന്റെ കോൺസേർട്ട്. രാജാ സാറിന്റെ കോൺസേർട്ട് ചെന്നൈയിൽ തന്നെയുള്ള കോൺസേർട്ട്. ആ ഒരു മൂമെന്റ് ഒന്ന് റെക്കോർഡിങ്ങിൽ ഞാൻ സ്റ്റുഡിയോയിൽ വന്ന് പാടുന്ന വരെ എൻ്റെ ചേച്ചി എന്നെ സ്റ്റുഡിയോയിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറക്കി സ്റ്റുഡിയോ കൊണ്ടുപോകുന്ന വരെ എൻ്റെ വിജയൻ ചേട്ടൻ്റെ സിസ്റ്റർ രാജി ഉണ്ട്, രാജി ഗോപാലകൃഷ്ണൻ. രാജിയും എൻ്റെ ചേച്ചി ബീന ചേച്ചി രണ്ടുപേരും എൻ്റെ വീട്ടിൽ തന്നെ നിന്നു. അവരെന്നെ ആദ്യൊരു സ്റ്റുഡിയോ വരെ കൊണ്ടുപോയിട്ടേ അവർ പിന്നെ പോയുള്ളൂ വീട്ടിലോട്ട്. അതുവരെ എൻ്റെ കൂടെ അവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. 3-4 മാസം അതിന് ശേഷമാണ് പിന്നെ പറഞ്ഞു എനിക്ക് ഒത്തിരി പേര് കൗൺസിലിങ്ങിന് വന്നു. പിന്നെ ഒത്തിരി പേര് വീട്ടില് എൻ്റെ വെൽവിഷേഴ്സ്, അറിയാത്ത രേഖ മാം എൻ്റെ മോളുടെ ഗോഡ് മദർ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ ആയിരുന്നു രേഖ മാം. എല്ലാ ദിവസവും വരുമായിരുന്നു. പിന്നെ നമ്മുടെ ശോഭ ചേച്ചി, രവീന്ദ്ര മാഷിൻ്റെ ശോഭ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് വരും. ഇതുപോലെ പല പല കഥകൾ പറഞ്ഞു. പിന്നെ എനിക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ ഒത്തിരി പേര് വന്നു. ചേച്ചിക്ക് ആ സ്റ്റേജ് പെർഫോമൻസ് ഓർമ്മയുണ്ടോ? രാജാ സാറിൻ്റെ സ്റ്റേജ് പെർഫോമൻസ് തിരിച്ച് ആ സംഗീതത്തിലേക്ക് ഒരു തിരിച്ചുവരവ് തന്നെയായിരുന്നു. അപ്പം അന്നും അപ്പം അതുപോലെ റിഹേഴ്സൽ 2 ദിവസം മുമ്പ് റിഹേഴ്സൽ തന്നെ വരാൻ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ആദ്യ രാജാ സാറിന് എനിക്ക് ഒരു വർഷത്തേക്കെങ്കിലും എനിക്ക് പാടണമെന്നില്ല, ഞാനൊന്ന് വീട്ടിലിരുന്നോട്ടെ എന്ന് തോന്നിയില്ലല്ല, നീ വന്നില്ലെങ്കിൽ ഞാൻ ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞു. എന്നെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞായിരിക്കും, അത് റിയലായിട്ട് ക്യാൻസൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുമെന്ന് അറിയില്ല. പക്ഷേ അങ്ങനെ ഒരു വേർഡ് പറഞ്ഞു, അങ്ങനെ ഒരു വേർഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ക്യാൻസൽ പണുവേ. അപ്പോൾ രാജാ സാറിൻ്റെ വൈഫ് മരിച്ചത് ഞാൻ അടുപ്പിച്ചാണ്. അപ്പം ഒരു 3 മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ നന്ദനയുടെ ഇപ്പോൾ 6 മാസമൊക്കെ കഴിഞ്ഞു അപ്പോഴേക്കും. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ കൂടെ എത്ര വർഷം 30 എത്രയോ വർഷം ജീവിച്ച ആള് ഇപ്പോൾ പോയിട്ട് ഞാൻ പ്രോഗ്രാമിന് ഇറങ്ങി വന്നില്ലേ, അപ്പം നീ അങ്ങനെ വിചാരിക്കാൻ പാടില്ല, വരണം, നീ വന്നാലേ ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ പിന്നെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ എന്നെ പ്രഷറൈസ് ചെയ്തെന്നല്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ആരും ഒന്നിനും ഫോഴ്സ് ചെയ്തിട്ടില്ല. പക്ഷെ അവരൊക്കെ പറഞ്ഞു ഇങ്ങനെ പലരുടെ സ്റ്റോറീസ് പറഞ്ഞു ഇങ്ങനെ മൂടി അകത്തിരുന്നിട്ട് കൂടെയുള്ളവരുടെ ജീവിതം മിസറബിൾ ആവുന്ന അല്ലാതെ യു ആർ നോട്ട് ഗോയിങ് ടു ഗെയിൻ എനിത്തിങ്, നമുക്ക് നഷ്ടപ്പെട്ട് തിരിച്ച് കിട്ടാനും പോകുന്നില്ല. അതൊരു റിയലൈസേഷൻ അല്ലേ. ഞാനും ആലോചിച്ച് എന്നെ ചുറ്റിപ്പറ്റി കുറേ പേര് ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. അവർക്ക് ഞാൻ തളർന്നു പോയാൽ അവരുടെ ജീവിതവും പോകില്ല. ചേച്ചി പിന്നീട് പാടുമ്പോൾ ആ ഒരു നിമിഷം ഉണ്ട് നമ്മൾ പാടി തുടങ്ങുമ്പോൾ. ശരത്ത് വന്നവിടെ ഇരുന്നു കേട്ടോ. ഞാൻ പാടാൻ പോകുമ്പോൾ ശരത്ത് എൻ്റെ സ്റ്റുഡിയോയിലുണ്ട്. ചേച്ചി എന്നെ സപ്പോർട്ട്, ചേച്ചി ഇങ്ങനെ ആക്കിക്കൊണ്ടുവന്ന് അവിടെ ഇരുന്നു. ശരത്തിനകത്ത് അവിടെ വരേണ്ട ആവശ്യമില്ല, ഞാനെന്നാ പാടാൻ വരണമെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. അവിടെ വന്നിരുന്ന്. ചേച്ചിയുടെ ജീവിതത്തിനോടുള്ള ഒരു കാഴ്ചപ്പാട് ഒരു മനുഷ്യന് താങ്ങാനാവുന്നതിന് അപ്പുറമുള്ളൊരു വേദനയാണ്. ആ വേദന കടന്ന് മുന്നോട്ട് വരുമ്പോൾ ജീവിതത്തിലേക്കൊരു കാഴ്ചപ്പാടിന് ഒരു ഷിഫ്റ്റ് ഉണ്ടാവും ചേച്ചി. എവിടെയെങ്കിലും ആ ഒരു പേഴ്സ്പെക്റ്റീവിനൊരു മാറ്റം വരും. എന്താണ് ആ പെർസ്പെക്റ്റീവിൽ മാറ്റം വന്നത് ചേച്ചിക്ക്? ഞാൻ ആലോചിച്ചിട്ടുള്ളത്, നമ്മളൊരു ജീവിതം നമ്മൾ പലതും സ്വപ്നം കണ്ടു വെച്ചിട്ടുണ്ടാവും. നമ്മുടെ നാളെ ഇങ്ങനെ അത് ചെയ്യണം ഇത് ചെയ്യണം. പക്ഷെ അതെല്ലാം ഒരു നിമിഷം മതി എല്ലാം മാറി മറിയാൻ. നമ്മുടെ എല്ലാ പ്ലാനിങ്ങും ദൈവത്തിൻ്റെ തീരുമാനമാണ് ഫൈനൽ. അതേ നടക്കുള്ളൂ. നമ്മൾ എന്തൊക്കെ പിന്നെ അതിനുശേഷം ഞാൻ അങ്ങനത്തുള്ള ചിന്തകളൊക്കെ വിട്ട് എന്ത് വരുന്നോ അത് അപ്പം ഫേസ് ചെയ്യുക. നമ്മളത് പിന്നത്തേക്കെന്ന് പറഞ്ഞ് അങ്ങനെ കരുതി വെക്കുന്നതിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ള, കരുതി വെക്കുന്നതിൽ കാര്യം അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അതായത് നമ്മൾ അങ്ങനെ ഒരുപാട് സ്വപ്നം കണ്ടിരുന്നിട്ട് കാര്യം എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറയുന്ന ഒരു കാര്യമില്ല. നമ്മുടെ ഇത് നിന്നാൽ തീർന്നു, അത്രേ ഉള്ളൂ. അപ്പം ജീവിതം അത്രേ ഉള്ളൂ. അപ്പം അതിനിടയ്ക്ക് കിടന്നിങ്ങനെ ഒരുപാട് ബഹളങ്ങളൊന്നും കാണിക്കാതെ മര്യാദയ്ക്ക് സമാധാനമായിട്ട് ജീവിച്ച് തീർക്കുക. ജീവിതം വരുന്നത് അപ്പം ഫേസ് ചെയ്ത് പോവുക. ആൻഡ് ഈവൻ യുവർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ഞാൻ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് ചേച്ചി, എൻ്റെ ലൈഫിൽ എൻ്റെ ഏറ്റവും വലിയ ലോസ് എന്ന് പറയുന്നത്, എനിക്ക് താങ്ങാൻ പോലും പറ്റാതെ ഒരു തളർന്നു പോയൊരു സമയം എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ അച്ഛൻ, എൻ്റെ അപ്പൂപ്പൻ, അദ്ദേഹം പാസ് അവേ ചെയ്തപ്പോഴാണ്. അപ്പോൾ അത്ര നാളും വളരെ തികഞ്ഞൊരു ദൈവവിശ്വാസിയായിട്ടുള്ളൊരു ഞാൻ എല്ലാ മതങ്ങളും, അതായത് പള്ളിയിൽ പോയി, നമ്മുടെ ബോംബെയിലായിരുന്നു ആ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഞാൻ,
ഞാൻ എല്ലാ മതങ്ങളും എല്ലാ ദൈവങ്ങളെയും ഉപേക്ഷിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. അതൊരു ഏകദേശം ഒരു 10 വർഷത്തോളം അതങ്ങനെയായിരുന്നു. അതൊരു ഭയങ്കര ഷിഫ്റ്റായിരുന്നു എൻ്റെ ലൈഫിൽ തന്നെ. കാരണം ഞാൻ എല്ലാം ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി, അന്ധമായി ഒന്നും വിശ്വസിക്കാതിരിക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെതായ ഒരു ദൈവത്തെ കണ്ടെത്താൻ നോക്കി. എല്ലാ വഴിയും എത്തീസ്റ്റും എഗ്നോസ്റ്റും ഒക്കെ ആയി മാറി മറിഞ്ഞ് എവിടെയൊക്കെയോ എത്തിപ്പെട്ടിരിക്കുകയാണ്. ചേച്ചിയുടെ എങ്ങനെയാണ് ദൈവം എന്നുള്ളൊരു സങ്കല്പത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രൂപത്തിനെ എങ്ങനെയാണ് അത് മാറ്റിയത്? ആദ്യം ഈ പറഞ്ഞ മാതിരി എന്നെയും ബാധിച്ചു. ഞാനും നമ്മളപ്പോൾ ആലോചിക്കും, നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും, നമ്മൾ ആർക്കെങ്കിലും ഞാൻ ദ്രോഹിച്ചോ എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിൽ കുട്ടികളുടെ അടുത്ത് എന്തെങ്കിലും തെറ്റുകൾ പറഞ്ഞത് അവർക്ക് ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും, ഇനി അവരുടെ ശാപമായിരിക്കുമോ, അങ്ങനെ പലതും നമ്മൾ ചിന്തിക്കുക. ഒരു സമയത്ത് നമ്മുടെ ചിന്ത കാട് കയറിപ്പോവും. അപ്പം നമ്മളെ നേർവഴിക്ക് നയിക്കാനാണ് നമുക്ക് ഈ പല മെസ്സഞ്ചേഴ്സ്. ഞാൻ അപ്പം ദൈവമുണ്ടെന്ന് ഞാൻ അതുവരെ ഒരു വലിയൊരു ഷോക്ക് വരുമ്പോൾ ആദ്യം ഞാൻ വിളക്ക് കത്തിച്ച് ഇത്രയും നാമം ചൊല്ലിയിട്ട് എനിക്ക് എന്താ ഇങ്ങനെയെന്ന് നമുക്ക് ആദ്യം ചിന്തിക്കും. പക്ഷേ ഞാൻ പിന്നെ മനസ്സിലാക്കി, നമുക്കൊന്നും എഴുതി വെച്ചിരുന്ന ഒരു കാര്യം അത് നടക്കും. അത് ഡെസ്റ്റിനി, അത് എഴുതി വെച്ചിരിക്കുന്നത് എന്തായാലും നടക്കും. പക്ഷെ അതിൽ നിന്ന് നമ്മളെ പുറത്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് മെസ്സഞ്ചേഴ്സിനെ തരും. അപ്പോൾ ഈ പറയില്ലേ, ഏത് ഭഗവാനെ വിളിച്ചാലും പരീക്ഷണങ്ങൾ ഉണ്ടാവും. അതിനെ ഓവർകം ചെയ്യാനുള്ളൊരു ശക്തി നമുക്ക് തരിക എന്നുള്ളതാണ് ദൈവം ചെയ്യുന്നത്. നമ്മൾ ജനിക്കുമ്പോഴേ നമുക്ക് ഇന്നൊക്കെ അനുഭവിച്ചേ പോകാൻ പറ്റുള്ളൂ എന്ന് എഴുതി വിട്ടിട്ടാണ് നമ്മൾ ഭൂമിയിലേക്ക് വരുന്നത്. അങ്ങനെയല്ല നമ്മളൊക്കെ വിശ്വസിക്കുന്നത്, എല്ലാം മിത്തോളജിയാണല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ വിശ്വസിച്ച് വരുമ്പോൾ നടക്കാനുള്ള കാര്യം നടക്കും. പക്ഷേ അതിനെ ഇപ്പോൾ കണ്ണിക്കൊള്ളേണ്ടത് പുരികത്തി കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ പോലെ അതിൽ നിന്നും നമുക്ക് പുറത്തേക്ക് കടന്നു വരാനുള്ള വഴി നമുക്ക് ആരുടെയെങ്കിലും മെസ്സേജസ് ആയിട്ടോ ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് അയച്ചു തരും. അത് റൈറ്റ് സെൻസിൽ എടുക്കാനുള്ളൊരു ബുദ്ധിയും കൂടെ നമുക്ക് തരുന്നതാണ് ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആദ്യം അമ്പലത്തിൽ പോകണം എന്നുള്ളൊരു ഏർജ് ഇല്ലായിരുന്നു. അത് കുറച്ച് നാളെനിക്ക് മാറി നിന്ന്. എനിക്ക് ഒരു അമ്പലത്തിലും പോകണ്ട, ആരെയും കണ്ട. പക്ഷേ ഞാൻ എൻ്റെ ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ കേസ് പറയുമ്പോൾ, ഞാൻ ഇങ്ങനൊരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ തൃശ്ശൂർ ഒരു ഡിവോഷണൽ പ്രോഗ്രാമിന് വന്നത്. അപ്പം ഞാനങ്ങ് വലുതായിട്ട് അങ്ങനെ അമ്പലത്തിൽ ഗുരുവായൂർ പോകണമെന്ന് പ്ലാൻ ചെയ്തില്ല. അത് പക്ഷെ മനസ്സങ്ങനെ ഒരു ഉള്ളിലൊരു പിണക്കം എന്തോ നമുക്കങ്ങനെ ഉണ്ടായിരിക്കാം എന്നാലോചിക്കുകയാണ്. തൃശ്ശൂർ പ്രോഗ്രാം ചെയ്തിട്ട് അങ്ങ് തിരിച്ച് പോകും എന്നുള്ള ലെവലിലാണ് പോയത്. ഇറങ്ങി എയർപോർട്ടിൽ നിന്ന് അവരുടെ വണ്ടി വിളിക്കാൻ വന്നു. വിളിച്ചുകൊണ്ട് പോയി തൃശ്ശൂരിൽ നിന്ന് നേരെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുമ്പിൽ കൊണ്ട് എനിക്ക് ഹോട്ടൽ തന്നത്. അങ്ങനെ തൃശ്ശൂരിലൊരു ഹോട്ടൽ തരാനില്ല. അപ്പം ഞാൻ അവിടെ വരണം എന്നും ഞാനത് അങ്ങനെ എടുത്തത്. മേ ബി ഞാൻ പോസിറ്റീവായിട്ട് ഞാൻ എടുത്തത് കൊണ്ടായിരിക്കും. എനിക്ക് ഭഗവാൻ എന്നെ തിരിച്ച് വിളിച്ചതായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. ഞാൻ പോയി അമ്പലത്തിൽ പോയി കുറേ നേരം കരഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു. എനിക്കൊന്നും പറയാനില്ല, എനിക്കൊന്നും ആവശ്യപ്പെടാനോ ഒന്നും പറയാനില്ല. ഞാൻ കുറേ എൻ്റെ മനസ്സിൻ്റെ ഭാരം ഞാൻ കുറേ അവിടെ ഇരുന്ന് കരഞ്ഞു തീർത്തിട്ട് വന്നു. അത് അങ്ങനെ ഇരുന്ന ഞാനിപ്പോൾ ഗുരുവായൂർ ഒരു ചെറിയൊരു അമ്പലത്തിൽ തൊഴാൻ വേണ്ടി മാത്രം ഒരു കുഞ്ഞൊരു അപ്പാർട്ട്മെൻറ്റും മേടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്നെ വിളിച്ച് അടുപ്പിച്ച പോലെ എനിക്ക് തോന്നുന്നു. അന്ന് മുതൽ ഞാൻ എല്ലാ ഏകാദശിയും ഞാൻ ലോകത്തെവിടെയാണെങ്കിലും ആരെങ്കിലും എനിക്ക് ഏകാദശിക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി തരും. ഞാൻ എവിടെയാണെങ്കിലും ഉള്ള സാധനങ്ങൾ വെച്ചൊരു പൂജ ചെയ്യും. നാമം ജപിക്കാനുള്ളതെല്ലാം ജപിക്കും. അത് എനിക്കത് മനസ്സിൽ നിന്ന് ഒരുപാട് നമ്മൾ കോൺസേർട്ടുള്ള ദിവസങ്ങളിൽ ഏകാദശി വരും. അപ്പം നമുക്ക് ആ ദിവസം വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ല. ഈ റൂട്ട്സ് മാത്രം കഴിക്കാന്ന് പറയുമ്പോൾ കുറച്ച് ഗ്യാസ് ഫോർമേഷനും അതും ഇതൊക്കെ ഉണ്ടാവും. അത് വെച്ചും ഞാൻ കോൺസേർട്ട്സ് ചെയ്തു. വലിയ ബുദ്ധിമുട്ടില്ലാതെ എനിക്ക് അപ്പം ഞാൻ ആലോചിക്കണം, ഭഗവാന് ഞാനത് ചെയ്യുന്നത് ഇഷ്ടം. അതുകൊണ്ടാണ് എനിക്ക് കൃത്യമായിട്ട് ഒരാളിനെ കൊണ്ട് തരുന്നതും മുടക്കം കൂടാതെ എത്രയും വർഷം അത് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ആരോഗ്യം എത്ര വർഷം വരെ സമ്മതിക്കുമോ അതുവരെ കണ്ടിന്യൂ ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. എനിക്കത് വിടാൻ തോന്നുന്നില്ല. എത്രയ്ക്ക് ആകെ മുടങ്ങിയത് എൻ്റെ സർജറി നടന്ന അതിൻ്റെ പിറ്റേ ദിവസം ഏകാദശിയായിരുന്നു. അപ്പോൾ അന്ന് സ്ട്രോങ് ആൻറ്റിബയോട്ടിക്സും അതും ഇതൊക്കെ. അതുകൊണ്ട് അന്ന് എനിക്ക് എൻ്റെ അടുത്ത് എടുക്കരുത്, നോൺ വെജ് കഴിക്കില്ല, പക്ഷേ ഇതുപോലെ ഈ പറഞ്ഞ മാതിരി മെഡിസിൻസ് കഴിക്കാനുള്ള നമുക്ക് അരിയൊന്നും കഴിച്ചുകൂടാ. അപ്പോൾ ആ ദിവസം സാധാരണ കഴിച്ചുകൂടാ, പക്ഷേ ഇത് എനിക്ക് കഴിക്കേണ്ടി വന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നടന്നു. പക്ഷെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ചെയ്തു. പ്രാർത്ഥിക്കാനുള്ളതും പൂജയൊക്കെ ഞാൻ ചെയ്തു. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഓഫ് ഗ്രീഫ് ചേച്ചി? കാരണം നമ്മൾ ബിഗ് പാർട്ട് ഓഫ് ഗ്രീഫ് ഇസ് ഡിനയൽ. പിന്നീടാണ് നമ്മൾ ആ ഒരു പ്രോസസ്സിൽ കൂടി ഒരു ഫേസ് വൈസ് നമ്മൾ കടന്ന് പോവാണ്. ബിക്കോസ് യു ഹാവ് ട്രാൻസ്ഫോംഡ് യുവർ ലൈഫ് എന്ന് തന്നെ പറയാം പോസ്റ്റ് ദാറ്റ് ഗ്രീഫ്. ഒരു
I think it's a rebirth of sorts for you. What do you have to say to people who are dealing with grief and loss? എന്നോട് പലരും ഇത് ചോദിച്ചിട്ടുണ്ട്. അതായത് എന്നെ പോലെ വിഷമം അനുഭവിച്ചിട്ടുള്ള സ്ത്രീകൾ, പല അമ്മമാര് ചോദിച്ചിട്ടുണ്ട്. കാരണം വിജയ് ടി വിയിലൊക്കെ, ഞാൻ തമിഴ് ചാനലിലൊക്കെ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ സംഗീതം എന്ന് പറഞ്ഞത് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന, അല്ലെങ്കിൽ നമ്മളെ എല്ലാ കാര്യങ്ങളും മറക്കാനും, എന്ത് നമുക്കൊരു ഒരു അസുഖമായിട്ടാണ് നമ്മൾ പോയി ഇരിക്കുന്നതെങ്കിലും ആ ഒരു എൻവയോൺമെൻറ്റ് ഫുൾ ഓഫ് മ്യൂസിക്, പോസിറ്റിവിറ്റി, കുട്ടികളെ, ചിൽഡ്രൻ അറൗണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുമ്പോൾ അതൊരു ഹാപ്പിനെസ്, മനസ്സിലൊരു നമുക്കൊരിക്കലും കിട്ടാത്തൊരു സന്തോഷവും ഒരു ഊർജ്ജം തന്നെയാണ്. തീർച്ചയായിട്ടും ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്ന സ്ഥലം അത് തന്നെ, എനിക്കില്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ചോദിച്ചാൽ എങ്ങനെയാണ് ഞാൻ അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചെന്നിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് വരാനുള്ളത് വരും, അതിനി നമുക്ക് തിരിച്ച് കിട്ടാനും പോകുന്നില്ല. നമ്മളത് കരഞ്ഞതുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതം കൂടെ മിസറബിൾ ആക്കാം എന്നുള്ളതല്ലാതെ, തീർച്ചയായിട്ടും സങ്കടം വരുമ്പോൾ കരഞ്ഞു തന്നെ തീർക്കണം. അത് ആ സമയം കൊടുക്കുകയും ചെയ്യും. അതെ, അതിന് നമുക്കൊരു സങ്കടം വന്നാൽ കരഞ്ഞു തീർക്കുക. പക്ഷെ നമ്മുടെ ചുറ്റുമുള്ളവരെയും കൂടെ നമ്മൾ ആലോചിക്കണം, അവരുടെ ജീവിതം നമ്മൾ കാരണം മിസറബിൾ ആവരുത്. അപ്പോൾ എൻ്റെ കാര്യം പറയുന്നത് തന്നെ, വിജയൻ ചേട്ടൻ എനിക്ക് വേണ്ടി ജോലിയൊക്കെ കളഞ്ഞിട്ട് നിൽക്കുന്ന ഒരാളാണ്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ പോവാതെ ഞാൻ വീട്ടിൽ കയറി ഇരുന്നാൽ ബാക്കിയുള്ള എല്ലാവരുടെയും ജീവിതം എങ്ങോട്ട് പോകും? അത് ആലോചിക്കേണ്ടേ, അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമല്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു ജോലിയിലേക്ക് ഇൻവോൾവ് ചെയ്യുക, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വേണം. ഒന്നുമില്ലാണ്ട് ഇങ്ങനെ ഇരുന്നാൽ ഒന്നുമില്ല, നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് കുഴിയിലേക്ക് പോവുള്ളൂ. ഇതല്ലാതെ കീപ്പ് യുവർ സെൽഫ് ഓക്യുപ്പൈഡ്, എന്തെങ്കിലും ഒരു ഇഷ്ടമുള്ള പാഷനേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇൻവോൾവ് ചെയ്യണം. ഞാൻ നമ്മുടെ ജോൺസൺ മാഷിൻ്റെ വൈഫ്, അവരൊരുപാട് വിഷമം ഉണ്ടായിരുന്നു, അതിൽ കൂടെ പോയ ഒരാളാണല്ലോ. ഞാൻ റാണിയെടുത്ത് പറയുന്നു, റാണി ഏതെങ്കിലും ഈ സ്പെഷ്യൽ സ്കൂൾസിൽ അല്ലെങ്കിൽ ഓർഫനേജിൽ കുട്ടികളുള്ള സ്ഥലത്ത് പോയി അവർക്ക് കഥ പറഞ്ഞു കൊടുക്കുകയോ വോളണ്ടറി ആയിട്ട് ചെയ്താൽ മതി. നമുക്ക് അവിടെ നിന്ന് ബെനിഫിറ്റ് ഒന്നും, പൈസ ഒന്നും കിട്ടിയില്ലെങ്കിലും സാരമില്ല, പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം, ആ ഒരു കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പോസിറ്റിവിറ്റി ഉള്ള ഒരു സ്ഥലമാണ്. ഒന്നും അവരുടെ ഇന്നസെൻ്റ് ആയിട്ടുള്ള പിള്ളേരാണ്, അവരുടെ കുറുമ്പുകളും തമാശകളും നമുക്ക് സന്തോഷമാണ് സത്യത്തിൽ കിട്ടുന്നത്. നമ്മൾ അങ്ങനെ കുറച്ച് ദിവസം പോയി നോക്കണം, അങ്ങനെ ഏതെങ്കിലും ഓർഫനേജ് നമ്മൾ വോളണ്ടറി ചെയ്ത് പോയാൽ മതി. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനും ഒരു തീർച്ചയായിട്ടും ഒരു ഊർജ്ജം കിട്ടും, ഒരു പോസിറ്റിവിറ്റി കിട്ടും. നമ്മുടെ വേണ്ടാത്ത ക്ലെൻസിങ്, നമുക്ക് മനസ്സിൽ തോന്നുന്ന വേണ്ടാത്ത ചിന്തകളൊക്കെ ഒന്ന് മാറിത്തരും. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് വെരി വാല്യുബിൾ. ഒരുപക്ഷെ നമുക്ക് ആ ഒരു പെയിനിലിരിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റില്ല ചേച്ചി. നമ്മുടെ ടോക്സിൻസ് ഒക്കെ ബോഡി ഏതെങ്കിലും ഒരു വഴി കൂടെ പുറത്ത് കളയും. എനിക്കൊക്കെ ഒന്ന് വലിയ മുഖത്ത് വലിയ പിമ്പിൾസും പെയിൻഫുള്ളായിട്ടുള്ള ഊണ്ടുകൾ പല സ്ഥലത്തും ഒക്കെ ആ സമയത്ത് വന്നിട്ടുണ്ട്. അത് എല്ലാം പോകണമല്ലോ, ഏതെങ്കിലും ഒരു വഴിയിൽ കൂടെ പുറത്ത് പോകണമല്ലോ. എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നുന്നു. ഇപ്പം ഞാൻ വിജയൻ ചേട്ടനെ കാണുന്ന ആദ്യമായിട്ടാണല്ലോ. എനിക്ക് ചേട്ടൻ ഭയങ്കര പാഷനറ്റാണ്, വളരെ ഡ്രിവൺ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ആൻഡ് ഹി മെയ്ഡ് ദാറ്റ് ഡിസിഷൻ ടു സപ്പോർട്ട് യു ഇൻ യുവർ കരിയർ ബൈ ഗിവിങ് അപ്പ് ഓൺ ഹിസ് കരിയർ. ആ ഒരു ഫേസ്, ആ ഒരു ടൈം പീരീഡ്, അതൊരു വലിയ ഡിസിഷനായിരുന്നു ചേച്ചി. ആൻഡ് ഹൗ ഡിഡ് യു കം ടു ദാറ്റ്, ഇഫ് ഐ മേ ആസ്ക്? അത് ഞാൻ ഇത് ചോദിക്കാൻ കാരണം വേറൊരു കോണ്ടെക്സ്റ്റും കൂടിയുണ്ട്. ഇന്നത്തെ കാലത്ത് പലപ്പോഴും പല സ്ത്രീകളും മുന്നോട്ട് വരുന്നത് എവിടെയെങ്കിലും ഒരാളായിരിക്കും ചിലപ്പം പ്രൈമറി ബ്രെഡ് വിന്നർ, അല്ലെങ്കിൽ കൂടുതൽ പൊട്ടൻഷ്യൽ ഫോർ ഗ്രോത്ത് ഉള്ളതോ. അങ്ങനെ അവിടെ ഒരു ഹസ്ബൻഡ് അത് മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യുക, അത് എത്ര റെലവെൻ്റ് ആണെന്ന് അത് കാണിച്ചു തന്ന ഒരു കപ്പിളാണ് നിങ്ങളുടെ. തീർച്ചയായിട്ടും അതെ, വേറെ ഒന്നും കണക്കാക്കിയില്ലെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പിന്റെ ബോണ്ടാണ് അത് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. വിജയൻ ചേട്ടൻ പൊതുവേ ഭയങ്കര ഒരു മ്യൂസിക് ലവറാണ്. പാട്ടുകൾ ഒരുപാട് കേക്ക്, വലിയ സ്വന്തമായിട്ട് കുറെ കളക്ഷനൊക്കെ ഉള്ള ആളാണ്. ഇഷ്ടമുള്ള കുറെ എപ്പോഴും പാട്ട് കേട്ടുകൊണ്ട് നടക്കുന്ന ഒരു നേച്ചറാണ്. അപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് വന്ന ആദ്യത്തെ 2 വർഷം അവിടെ എവിടെയായിട്ടായിരുന്നു. പിന്നെ ഞാൻ ചെന്നൈയിലും ഞാൻ അലിൻഡിൽ വർക്ക് ചെയ്യായിരുന്നു, അപ്പം കൊല്ലത്തും. അപ്പോൾ ഇതുപോലെ വീക്കെൻഡ്സ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് മാത്രം ഞാൻ ഒന്നുകിൽ അങ്ങോട്ട് വരും, അല്ലെങ്കിൽ വിജയൻ അങ്ങോട്ട് പോകും. അപ്പോൾ ആ സമയത്ത് അലിൻഡിൻ്റെ പല പ്രോജക്ട്സിനും ഒക്കെ ആയിട്ട് ആന്ധ്രയിലൊക്കെ പല സ്ഥലത്തും ഒക്കെ പോയി. അപ്പോൾ തിരിച്ച് വരുന്ന വഴി ചെന്നൈ വഴി വരും. അങ്ങനെയൊക്കെ വളരെ എപ്പോഴും കാണാറില്ലായിരുന്നു. 2 വർഷത്തിന് ശേഷമാണ് ട്രാൻസ്ഫറൊക്കെ ചോദിച്ചിട്ടൊന്നും
കിട്ടാണ്ട് വന്നപ്പോൾ ആ ജോബ് റിസൈൻ ചെയ്തിട്ട് ചെന്നൈയിൽ ട്രാൻസ്മാറ്റിക് സിസ്റ്റംസ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വന്ന് വർക്ക് ചെയ്തു. അപ്പം ഓഫീസിൽ പോവും, ഞാൻ റെക്കോർഡിങ്ങിന് പോവും, പ്രോഗ്രാം ആകുമ്പോൾ കൂടെ വരും. അപ്പോൾ ഒരു ലിമിറ്റിൽ കൂടുതൽ ലീവ് എടുക്കാൻ ഞാൻ തന്നെ ട്രാവൽ ചെയ്യൂല. എനിക്ക് എപ്പോഴും ഒരാൾ എൻ്റെ കൂടെ വേണം എവിടെ പോകണമെങ്കിലും. കാരണം ഒരു കാര്യം പ്രോപ്പറായിട്ട് തന്നെ ചെയ്യാനുള്ള ഇല്ല. എന്നെ കൊച്ചിലേ മുതലേ അച്ഛൻ വെറുതെ വിചാരിച്ചു. സത്യമല്ല, കള്ളമല്ല, സത്യമായിട്ട് പറയാം. ഒരു ബാങ്കിൽ പോയി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ആകെ ലോക്കർ തുറക്കാനല്ലാതെ ഞാൻ ഒന്നിനും ബാങ്കിൽ പോയിട്ടില്ല. അപ്പം ട്രാൻസാക്ഷൻസ് ഒന്നും എനിക്കാനുണ്ട്, അതെല്ലാം വിജയൻ ചേട്ടൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആയിപ്പോയതുകൊണ്ട് ഞാൻ എല്ലാത്തിനും എനിക്കൊരാൾ കൂടെ എപ്പോഴും വേണം. എല്ലാത്തിനും തന്നെ ഒരു ഡിസിഷൻ എടുക്കാനോ ഒരു വെപ്രാളകുമാരിയാണ് കേട്ടോ ഞാൻ, സത്യം പറയാമല്ലോ. എല്ലാത്തിനും ഒരു ടെൻഷനുള്ള കൂട്ടത്തിലാണ് ഞാൻ. അപ്പം ട്രാവൽ ചെയ്യാൻ അങ്ങനെയാണ്. അപ്പോൾ തന്നെ ട്രാവൽ ചെയ്യാനൊക്കെ എനിക്ക് അറിഞ്ഞൂടെ. ഒരു ഹോട്ടലിൽ തന്നെ നിൽക്കാൻ ഭയമാണ്. ഒരിക്കൽ ഞാനും എൻ്റെ കൂടെ വീട്ടിൽ എന്നെ സഹായിക്കാനുള്ള ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ബാംഗ്ലൂരിലൊരു ഇതിന് പോകേണ്ടി വന്ന ഒരു ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഒരു ഫംഗ്ഷന് പോയിട്ട് രാത്രി ഇതുപോലെ വന്ന് കിടക്കുമ്പോൾ ആരോ വെള്ളം അടിച്ചിട്ട് റൂം മാറി വന്ന് എൻ്റെ റൂമിൻ്റെ ഡോർ ബെല്ലടിച്ച് എനിക്ക് തുറക്കാൻ പേടി. എനിക്ക് പരിചയമില്ലാത്ത ഒരാളാണ് നമ്മൾ കണ്ണാടി കൂടെ നോക്കും വെളിയിൽ നിൽക്കുന്നത്. അപ്പോഴേക്കങ്ങ് വെപ്രാളം കയറി എന്ത് ചെയ്യണമെന്ന് എനിക്ക് നല്ല കാലം ചെയിനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ചില റൂമിൻ്റെ കീ വേറെ ഡോർ തുറക്കുമോ എന്നൊക്കെയുള്ള ഈ കാടല്ലേ, താക്കോലല്ലല്ലോ. അപ്പം പിന്നെ വേറെ അയാൾ വല്ലതും ഇട്ട് തുറന്നകത്ത് കയറി എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര വെപ്രാളമായിട്ട് പിന്നെ ഒടുവിൽ താഴെ റിസപ്ഷനിൽ വിളിച്ച് പറഞ്ഞ് ആരെങ്കിലും ഒന്ന് വന്നൊന്ന് അയാളെ പിടിച്ചുകൊണ്ട് പോകും. അങ്ങനത്തെ അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര എനിക്ക് പേടിയുള്ള എക്സ്പീരിയൻസുകളാണ്. അപ്പം ഞാൻ ഒരിക്കലും തന്നെ ട്രാവൽ ചെയ്യുക അത് കൂടെ ആളുണ്ടായിട്ട്, കൂടെ ഒരു ലേഡി തന്നെ ഉണ്ടായിട്ട്, പക്ഷെ ആണുങ്ങളാരും കൂടെ ഇല്ലാത്തതിൻ്റെ ഒരു ഭയം. അപ്പം അതിന് ശേഷമൊക്കെ മിക്കവാറും വിജയൻ ചേട്ടൻ തന്നെ എല്ലായിടത്തും എൻ്റെ കൂടെ വരും. ട്രാവലിൻ്റെ കാര്യങ്ങൾ ഇപ്പം എനിക്ക് വേറെ ടെൻഷൻസ് ഒന്നുമില്ല. ഞാൻ പാടുന്ന പ്രോഗ്രാമിന് വേണ്ട തയ്യാറെടുപ്പ് ആ ഒരു ടെൻഷന് മാത്രമേ എനിക്കുള്ളൂ. ബാക്കിയുള്ള എല്ലാ ടെൻഷനും അവിടെ എടുത്തോളും. അപ്പോൾ പിന്നെ മാത്രമല്ല, പിന്നെ എനിക്ക് വേണ്ടി റെക്കോർഡിംഗ് സ്റ്റുഡിയോ തുടങ്ങിയതും ഓഡിയോ ട്രാക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓഡിയോ കമ്പനി നമ്മുടെ ഇഷ്ടത്തിന് നമുക്കിഷ്ടമുള്ള വർക്ക് ഇറക്കാനായിട്ടൊക്കെ ഉള്ള അതെല്ലാം തീരുമാനങ്ങളെല്ലാം വിജയൻ ചേട്ടൻ എടുത്ത് തന്നെയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ പ്രൊഫഷണലി എനിക്ക് എപ്പോഴും എൻ്റെ ഒരു ബാക്ക് ബോൺ തന്നെയാണ്. ഇപ്പൊ ചേച്ചിയുടെ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് ആൽബംസ് ഇപ്പൊ ഈയിടയ്ക്ക് മല്ലി ലേറ്റസ്റ്റ് ഇറങ്ങി നല്ല രസമുണ്ട് കേട്ടോ പാട്ട്. സെന്റിപ്പൂവ മല്ലിയല്ല, അല്ലല്ല അങ്കമ്മാൾ അല്ല, മറ്റേ ഒരു ആൽബം ഇറങ്ങിയത് ഇതാണ്. അല്ല, മല്ലി എന്ന് പറഞ്ഞൊരു പാട്ട് ഇറങ്ങി. മറ്റേ സെന്റിപ്പൂവ. എനിക്കതൊന്നും പാടിത്തരൂ ചേച്ചി. അതിന്റെ ശബ്ദം മാറ്റിയിട്ടാണ് പാടിയിരിക്കുന്നത്. നോ വേ യു ക്യാൻ ഫിഗർ ഔട്ട് ഇറ്റ് ഇസ് കേസ് ചിത്ര. ഒരു രക്ഷയില്ല ആ പാട്ട്. അത് അങ്ങനെ വേണമെന്ന് വെച്ച് ചെയ്യിപ്പിച്ചതാ. ബുദ്ധിമുട്ടായിരുന്നു അത് ചേച്ചി. ശബ്ദം മാറ്റി പാടിയിട്ടില്ലല്ലോ. അങ്ങനെ ട്രൈ ചെയ്ത് പാടുമ്പോൾ ചില പെട്ടെന്ന് സ്ട്രെയിൻ ആയിപ്പോ വോയിസ്. അത് പേടിച്ചിട്ടാണ് ചെയ്യാതിരുന്നത്. അല്ല, വേണ്ടി വന്നാൽ ചെയ്യും, അത്രേ ഉള്ളൂ. പക്ഷെ എങ്കിൽ 2 ദിവസം പിറ്റേ ദിവസം ഞാനൊരു റെസ്റ്റ് എടുക്കണം. കണ്ടിന്യൂസ് ബിസി ആയിട്ടുള്ള സമയത്ത് ചെയ്യൂല. ചെയ്യേണ്ടി വന്നാൽ ചെയ്യും, പക്ഷെ അടുത്ത ദിവസത്തെ റെക്കോർഡിങ് ക്യാൻസൽ ചെയ്യും. അങ്ങനെ നിൽക്കണം. സെണ്ടിപ്പൂവാ വണ്ടിപ്പോന കൊണ്ടി പോട്ട് അണ്ടിന മുറച്ച കണ്ണ മറന്നുപോയി, വരികൾ മറന്നുപോയി. വേറെ ചിനിപ്പാ, അയ്യോ ബാക്കി വാക്കുകൾ മറന്നുപോയി. ചേച്ചി ഇനി വരുന്ന ഏതെങ്കിലും പാട്ട്? ഇപ്പൊ ഓൾറെഡി ഒരെണ്ണം റിലീസായി. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു നല്ല പാട്ട് ഉണ്ട്, നമ്മുടെ ഭയഭക്തി ബഹുമാനം. ആ മൂവിക്കകത്ത് ഷാൻ റഹ്മാൻ്റെ ഒരു നല്ലൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ശ്രീയായി നീ നെഞ്ചിൽ വളര ശ്രീത്വം കണി കാണാൻ എൻ മുന്നിൽ നിറയൊരു പാട്ട്. നല്ല പാട്ടായിരുന്നു. നല്ലൊരു പാട്ടാണ് ശരിക്കും. ഇനി പോകുന്നതിന് മുമ്പ് ഒരു പാട്ടും കൂടി ഞാൻ പാടിക്കേ ചേച്ചി. അതിന് മുമ്പ് ഒരു ചെറിയ കാർഡ് ഗെയിം ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടാണ് വെനസ ഡിസൈൻ ചെയ്ത കാർഡ് ഗെയിമാണ്. അവരൊരു ഡിസൈനറാണ്. ചേച്ചി ഇതിനകത്തുനിന്ന് ഒരു കാർഡ് എടുക്കുക, ആ കാർഡിൽ എഴുതിയിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. എളുപ്പമുള്ളത് വരണേ ദൈവമേ. സിംപ്ലിസിറ്റി ഈസ് കീ. സിംപ്ലിസിറ്റി ഈസ് കീ. ആക്ച്വലി ചേച്ചി അല്ല, എനിക്ക് വലിയ ഈ ബന്ധം കാണിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എനിക്ക് എപ്പോഴും ഞാനായിട്ടിരിക്കാൻ തന്നെയാണ് ഇഷ്ടം. അപ്പം പല അനുഭവങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് കുറച്ച് ഷോ ഓഫ് വേണം എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ എനിക്കത് പറ്റുന്നില്ല. പല സ്ഥലത്തും നമ്മളിപ്പോൾ കാഷ്വലായിട്ടൊക്കെ ഡ്രസ്സ് ചെയ്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ കടത്തി വിടൂല. അപ്പം ഞാൻ ഇന്നലെ ഒരു അനുഭവം പറയായിരുന്നു. പണ്ട് ബോംബെയിൽ MTV ഇമ്മീസ് എന്ന് പറഞ്ഞിട്ടൊരു 2000-ലാണെന്ന് തോന്നുന്നു. ആ ഒരു MTVയുടെ ഒരു അവാർഡാണ്. അവാർഡ് ഫംഗ്ഷന് വേണ്ടിയിട്ട് എനിക്കും നോമിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ഇൻവിറ്റേഷനും ഒക്കെ അയച്ചു. ഞങ്ങളെ ബോംബെയിൽ കൊണ്ടുവന്നു. അവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് 5 മണിക്ക് കൃത്യമായിട്ട് അവിടെ എത്തണം എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഞാൻ 5 മണിക്ക് വരുമ്പോഴത്തേക്കും ആ ഗ്രൗണ്ടിൽ ഒരു മനുഷ്യനും ഇല്ല.
അപ്പോൾ അവിടെ ഒരു വാച്ച്മാൻ ഒരാളെ നിൽപ്പുണ്ട്. അപ്പം നമുക്കിത് എങ്ങോട്ടാണ് പോയി ഇരിക്കേണ്ടതെന്നുള്ളത് കാണിക്കണമല്ലോ. അപ്പം ഞാൻ സാധാരണ പോലെയാണ് പോയിരുന്നത്. ഞാൻ വലിയ തിളങ്ങുന്ന വേഷങ്ങളൊന്നും ഇട്ടിട്ടില്ല. സാധാരണ ഒരു ഡിഗ്നിഫൈഡ് ഒരു സൽവാറിട്ടാണ് പോയത്. അപ്പോൾ പാസ്സൊക്കെ കാണിച്ചു, നോമിനിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കൈ കാണിച്ച് അവിടെ പോയിരിക്കുന്നത്. ഞാൻ പോയി ഗാലറിയിലാണ് എനിക്ക് സീറ്റ് തന്നത്. അയാൾ കാണിച്ച സ്ഥലത്തോട്ട് പോയിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആൾക്കാർ ഇപ്പോൾ നോക്കുമ്പോൾ എല്ലാം എനിക്ക് കാണാം സിംഗേഴ്സൊക്കെ വന്നിട്ട് അവരെയൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ മെയിൻ അവിടെ ഇട്ട് കൊണ്ടിരുത്തുന്നത്. ഞാൻ ഗാലറിയിൽ നമ്മളെ ആർക്കും അറിഞ്ഞൂടാ. അതാണ് തിരിച്ചറിഞ്ഞില്ലേ? അപ്പൊ എന്നെ ബോംബെയിലെ റിയലൈസ് ചെയ്തില്ലേ? അവിടുത്തെ വാച്ച്മാൻ ആണ് ഇങ്ങനെ കാണിച്ചത്. ഇങ്ങനെ കൈ കാണിച്ചു. ഞാൻ പോയിരിക്കുകയും ചെയ്തു. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഒന്ന് വഴക്കടിച്ചേനെ, ആരോടാക്കിയേനെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവാർഡ് ഫംഗ്ഷൻ തുടങ്ങി. ഇങ്ങനെ ഓരോരോ കാറ്റഗറി വിളിച്ചപ്പോഴത്തേക്കും എനിക്കന്ന് കോയി മിൽ ഗയാ എന്നുള്ള ആ ഫിലിമിൻ്റെ പാട്ടിനാണ് എനിക്കന്ന് നോമിനേഷനും എനിക്ക് അവാർഡുണ്ട്. എൻ്റെ പേര് വിളിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഓടി ഇങ്ങനെ വരണ്ടേ. അപ്പം ആരും എന്നെ അവിടെ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ അവിടെ നിന്ന് നടന്നിടന്ന് ഇവിടെ എത്തുമ്പോഴേക്കും ഐ തിങ്ക് ഷി ഹാസ് നോട്ട് കം. പക്ഷേ ഞാൻ എത്തിയിട്ടുണ്ടെന്നുള്ള അവർക്ക് അവരുടെ ഇതിലുണ്ടല്ലോ, നമ്മൾ ഹോട്ടലിൽ ചിക്കൻ ചെയ്തൊക്കെ. അപ്പം ഇവിടെ എന്നെ കാണാനില്ല എന്ന് പറഞ്ഞ് അവർ അടുത്ത കാറ്റഗറി അനൗൺസ് ചെയ്തപ്പോഴാണ് ഞാൻ ഓടി വന്ന് സ്റ്റേജിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിനൊരു വേവയോ ഞാൻ പറഞ്ഞു, അയാൾ ആസ്ക് മീ ടു ഗോ ആൻഡ് സിറ്റ് ദേർ. വെരി സോറി മാഡം എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെയാണ്. അതാണ് സിംപ്ലിസിറ്റി. ഒരു വിധത്തിൽ നമ്മുടെ ഇഷ്ടം അതാണെങ്കിലും അത് ചില സ്ഥലത്ത് വർക്കൗട്ട് ആവില്ല. കുറച്ചൊക്കെ വെയിറ്റ് ഇട്ട് നടക്കണം എന്നർത്ഥം. ഓക്കെ, നെക്സ്റ്റ് വൺ. ഫോർ ഷുവർ. എനിക്കിത് ചെയ്യാതെ ഒരു ദിവസം കടക്കില്ല, ഫോർ ഷുവർ. എന്നെക്കുറിച്ച് ആർക്കെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക് പറയണമെങ്കിൽ ഈ ക്യാരക്ടറിസ്റ്റിക് എന്തായാലും ഉണ്ടായിരിക്കും, ഫോർ ഷുവർ. ഈ പറഞ്ഞ മാതിരി ഞാനും എൻ്റെ ഹസ്ബൻഡും എപ്പോഴും വഴക്ക് കൂടുന്ന കാര്യം തന്നെ പറയാം. അതായത് ഒന്നിലും കോംപ്രമൈസ് ഇല്ല. അതായത് പെട്ടി എൻ്റെ അടുത്ത് ലൈറ്റായിട്ട് ട്രാവൽ ചെയ്യണം എന്ന് പറയും. ഈ വെയിറ്റ് ഒന്നും അധികം പ്രായമൊക്കെ ആയി വരികയാണ്. വിജയൻ ചേട്ടനാണെങ്കിലും വെയിറ്റ് തൂക്കാനൊക്കെ. പക്ഷെ എനിക്ക് വേണ്ട കാര്യങ്ങളില്ലാതെ ഞാൻ പോവില്ല. അതിനെന്നെ കൊണ്ട് മാറ്റാൻ പറ്റില്ല. അത് വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാ തവണയും അതിനൊരു ചെറിയ എൻ്റെ പെട്ടിക്ക് വെയിറ്റ് ഉണ്ടാവും. എനിക്ക് വെയിറ്റ് ഇല്ലാതെ ട്രാവൽ ചെയ്യാൻ പറ്റൂല. ഒരു ലോങ് ലിസ്റ്റ് ആയിരിക്കും കുറേ വേണ്ട ഒരു. പക്ഷെ അവർക്കൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ ചോദിക്കപ്പോൾ ആ സാധനം എന്തെങ്കിലും കാണും. അപ്പോൾ ഇവിടെ പോകുമ്പോഴേ നമ്മുടെ റിയാലിറ്റി ഷോന് പോയാലും പെട്ടെന്ന് ഏതെങ്കിലും ഒരു കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ചേച്ചി മരുന്നുണ്ടോ, അതുണ്ടോ ഇതുണ്ടോ എന്ന് ചോദിക്കും. എൻ്റെ ബാഗിനകത്ത് എൻ്റെ അച്ഛനും അമ്മയും നന്ദനയും ഒഴികെ ബാക്കി എല്ലാവരും ഉണ്ടാവും. അച്ഛനും അമ്മയും നന്ദനയും ഇവിടെ ഉണ്ട്. അതെ. വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, നാളെ എന്ത് നടക്കും എന്നുള്ളതിന് അത് ഞാൻ നേരത്തെ നമ്മൾ ഉത്തരം പറഞ്ഞു. അതായത് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. എന്ത് വരുന്നോ അതപ്പോൾ ഫേസ് ചെയ്യുക. പ്ലാനിങ് ഒന്നും അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും ഇല്ലയെന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നു. ഒക്കെ വരുന്നത് അപ്പം ഫേസ് ചെയ്യുക. ഞാൻ ചേച്ചി ഒരു കംപ്ലീറ്റ്ലി യോജിക്കുന്നു ചേച്ചി. എന്തുണ്ടെങ്കിലും ഞാൻ പലപ്പോഴും പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പം അത് ചെയ്യാറേ ഇല്ല. അതിലൊരു അർത്ഥമില്ല. വരുന്നിടത്ത് വെച്ച് കാണുക എന്ന് പറയില്ലേ. അതെ. റീഫ്രേസ് ആൻഡ് ആസ്ക് അഗൈൻ. ഇത് ഞാൻ ഐ വുഡ് ലൈക്ക് ടു ആസ്ക് അനദർ. റീഫ്രേസ് ആൻഡ് ആസ്ക് അഗൈൻ. ഐ എം റീഫ്രേസിങ് ആൻഡ് ആസ്കിങ് അഗൈൻ. ചേച്ചി എനിക്ക് ഇപ്പോൾ സിംപ്ലിസിറ്റിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ, ആൻഡ് യു ആർ വെരി ഹംബിൾ ഓൾസോ ആൻഡ് വെരി നൈസ് ആസ് എ പേഴ്സൺ. ഓക്കെ, വെരി കൈൻഡ് ടു അതേഴ്സ്. പക്ഷെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ വളരെ റൂത്ത്ലെസ് ആയിട്ടുള്ളൊരു സ്പേസാണ്. ആർട്ടിസ്റ്റിക് സ്പേസാണ്, ക്രിയേറ്റീവ് ആണ്, എന്നാലും പല രീതിയിലും റൂത്ത്ലെസ് ആയിട്ടാണ്. അതിപ്പോൾ റെമ്യൂണറേഷൻ്റെ കാര്യമാണെങ്കിലും ഇപ്പോൾ ചേച്ചിക്ക് തന്നെ റെമ്യൂണറേഷന് ചിലപ്പോൾ നെഗോഷിയേറ്റ് ചെയ്ത് വരുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. അങ്ങനത്തെയൊക്കെ ഭയങ്കര എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റിൽ, അല്ലെങ്കിൽ നമ്മുടെ നല്ല സ്വഭാവം അല്ലെങ്കിൽ പെരുമാറ്റത്തിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് എങ്ങനെയാണ് ചേച്ചി ഡീൽ ചെയ്യുന്നത്? കാരണം ഇറ്റ് ഈസ് എ ടഫ് ഇൻഡസ്ട്രി ടു ബി ഇൻ. ഓൾസോ എപ്പോഴും പറയില്ലേ, നമുക്ക് വേണ്ടി ചീത്താവാൻ ഒരാൾ മുമ്പിൽ വേണം അല്ലേ? അതെ. ഇപ്പോൾ അല്ല, റെമ്യൂണറേഷൻ്റെ കാര്യത്തിൽ വിജയൻ ചേട്ടൻ അങ്ങനെ കോൺസേർട്സിന് ചിലപ്പോൾ നെഗോഷിയേറ്റ് ചെയ്യും. പക്ഷേ റെക്കോർഡിങ്സിൻ്റെ ഒക്കെ എനിക്കൊരു മാനേജറുണ്ട്, KK മേനൻ എന്നാണ് സാറിൻ്റെ പേര്. സാറാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഞാൻ ഡയറക്റ്റായിട്ട് ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ അവർ തമ്മിലാണ് ഡീൽ ചെയ്യണത്. നേരിട്ട് ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലില്ല. അല്ല, എല്ലാം എൻ്റെ നമ്പർ പോലും പലർക്കും ഇൻഡസ്ട്രിയിലുള്ള എത്രയോ മ്യൂസിക് ഡയറക്ടേഴ്സിനും എൻ്റെ നമ്പർ പോലും ഉണ്ടാവില്ല. കാരണം എല്ലാം മേനൻ സാർ അല്ലെങ്കിൽ വിജയൻ ചേട്ടൻ അല്ലെങ്കിൽ വിനു, 3 പേര് വഴിയേ എനിക്ക് വരാറുള്ളൂ. അപ്പോൾ യു ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം ഓൾ സൈഡ്സ് ആൻഡ് വാട്ട് എ ബ്ലെസ്സിംഗ്. ഓക്കെ, ബട്ട് ഹൗ? എപ്പോഴെങ്കിലും ഒരു പാട്ട് വന്നിട്ട് യു ഹാവ് തോട്ട് ഓക്കെ അതുണ്ട്,
അതിന് എനിക്കൊരു ഇൻസിഡൻറ്റ് തന്നെ പറയാനുണ്ട്. ആ. അതായത് ഞാൻ പാടി തുടങ്ങുന്ന സമയം, അപ്പോൾ ഈ ഡബ്ബിങ് ഫിലിംസ് പാടും. അപ്പോൾ തെലുങ്കിൽ ഒറിജിനൽ SPB സാറും ജാനകിയമ്മയും കൂടെ പാടിയ പാട്ട് തമിഴിൽ ഞാനും അന്ന് മലേഷ്യ വാസവൻ സാറും കൂടെയാണ് പാടുന്നത്. എൻ്റെ അച്ഛൻ, എൻ്റെ കല്യാണത്തിനൊക്കെ മുമ്പ്, അത് ഞാൻ ഇൻഡസ്ട്രിയിൽ വന്ന അധികം ആവുന്നതിന് മുമ്പ്. അപ്പം അച്ഛനാണ് എൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ഡബ്ബിങ് ഫിലിം റെക്കോർഡിങ് പറഞ്ഞു. ഒരു വിജയ ഗാർഡൻസ് എന്നൊരു സ്റ്റുഡിയോ ആണ്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നു. മലേഷ്യ വാസവൻ സാറും വന്നു. അപ്പോൾ അന്നിങ്ങനെ വെച്ചാൽ ഡബ്ബിങ് ഫിലിമിന് ഒരു തിയേറ്ററാണല്ലോ, തിയേറ്ററിനകത്ത് വലിയ സ്ക്രീനിൽ ആ മൂവിയുടെ ആ പാട്ട് സീൻ ഇട്ട് കാണിക്കും. നമ്മളത് റെക്കോർഡ് ചെയ്തെടുത്തിട്ട് ഉള്ളി വന്നിരുന്ന് അതിൻ്റെ തമിഴ് വരികൾ എഴുതിയിട്ട് ആ ട്യൂണുമായിട്ട് സിങ്ക് ചെയ്ത് നമ്മൾ പാടും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഇട്ട് കണ്ടപ്പോഴത്തേക്കും ആ പാട്ടിൻ്റെ പല്ലവിയിൽ എനിക്ക് വരികളൊന്നുമില്ല, ഫുൾ ചിരി, പല ടൈപ്പ് ചിരി. ജാനകിയമ്മ, ഞാൻ പല എക്സ്പ്രഷൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതായത് ആ ചിരിയുടെ പല പല സ്റ്റേജസ് ആണ്. ആ സീനിൻ്റെ ആ പല്ലവിയിൽ മെയിൽ ഹീറോ പാടിക്കൊണ്ട് ഹീറോനെ ഇക്ലിയാക്കുന്ന ഒരു സീനാണ്. അപ്പം ആ ഇക്ലിയാക്കുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് ചിരിയുടെ വലിപ്പവും കൂടുകയാണ്. എനിക്കാണെങ്കിൽ മുഖത്ത് ചിരി വരും, ശബ്ദത്തിൽ ചിരി വരില്ല. നമ്മുടെ തുടക്കകാലത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് വെച്ചാൽ അങ്ങനത്തെ പാട്ടിൽ പാടിയിട്ടില്ല. അങ്ങനെ ജാനകിയമ്മയുടെ പാട്ടിൽ കേട്ടിട്ടുണ്ടെന്നുള്ള, അല്ല സ്റ്റേജിൽ പാടുമ്പോഴും അവർ ചിരിപ്പം നാഥ നീ വരും കാലൊച്ച കേൾക്കും, അതിനകത്തൊരു ചിരി വരുമല്ല. ഞാൻ എന്ത് പറയാന്ന് പറഞ്ഞ ഫസ്റ്റ് ചരണത്തിനകത്തൊരു ചിരിയാണ് അവിടെ. ആ ചിരിയുടെ ചിലപ്പോൾ ചിരിക്കൂല ചിലപ്പോൾ കേട്ടോ, പക്ഷെ നമുക്കത് വരില്ല. അങ്ങനത്തെ ഒരു നമ്മൾ കുട്ടിക്കാലത്ത് നമുക്കൊരു നാണവും ഒക്കെ ഉണ്ടല്ലോ. അപ്പം അന്ന് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരുന്നൊരു ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് പറ്റൂല, നമുക്ക് പോവാം, എന്നെ കൊണ്ട് ഇത് ചിരിക്കാൻ പറ്റില്ല, ഡാഡി പോവാം. ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നു എന്നെ കൊണ്ട് പറ്റില്ല. അപ്പം എൻ്റെ അച്ഛൻ പറഞ്ഞു, എന്തായാലും ഇവിടെ വരെ വന്നു, നീ ഇത് പാട്ട് തന്നെ പ്രൊഫഷനായിട്ട് എടുക്കണം എന്ന് ഓരോരോ വിചാരിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഒരു സ്റ്റുഡിയോ വരെ വന്നിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ട് പോകാൻ പാടില്ല, അത് ഭയങ്കര തെറ്റാണ്, അതൊരിക്കലും അത് ചെയ്യാൻ പാടില്ല. ട്രൈ ചെയ്ത് നോക്കൂ, വന്നില്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ വേറെ ആരെങ്കിലും മാറ്റി പാടിപ്പിച്ചോട്ടെ, പക്ഷെ വന്നിട്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റില്ല, ചെയ്യില്ല എന്ന് പറഞ്ഞ് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു. ഞാൻ എന്തൊക്കെയോ ജാനകിയമ്മ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ അതുപോലെ ജാനകിയമ്മയുടെ നാച്ചുറൽ എക്സ്പ്രഷൻ ഒന്നും വന്നില്ല. ഞാൻ എന്തോ തട്ടിക്കൂട്ടി എന്ന് പറയാം. അങ്ങനെ അത് പാടി. അത് ഈ പറഞ്ഞ മാതിരി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചൊരു കാര്യം ഞാൻ ചെയ്തതൊരു ഇതാണ്. പിന്നെ അതുപോലെ പല പാട്ടുകളും, രാജാ സാറിൻ്റെ ഒരു പാട്ട് തന്നെ കോവൈ സരള അമ്മ അഭിനയിച്ചിട്ടുണ്ട്, ഡയലോഗ്സും വരും. അവരുടെ ഡയലോഗ് അവരുടെ സ്വന്തം ശബ്ദത്തിൽ ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ പാട്ടിൻ്റെ വരികൾ വരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, அவங்க தான் பாடுறாங்க, கொஞ்சம் அவங்க வாய்ஸை மேட்ச் பண்ணி பாடணும். കോവൈ സരളമ്മയുടെ ശബ്ദം അറിയില്ലേ, കുറച്ചൊരു മാറുക ഇങ്ങനത്തെ ഒരു ശബ്ദമാണ്. അപ്പം ഇങ്ങനൊരു ടോണിൽ പാടാൻ പറ്റും. മാറുകോ എന്നൊരു പാട്ടാണ് അത് പാടിയത്. അപ്പം അന്ന് പറഞ്ഞ പോലെ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ അതല്ലേ ഇതിൻ്റെ ആൻസർ. മേ ബി നെവർ. ഇനി ഞാൻ ഒരിക്കലും ഇത് ചെയ്യില്ല. എനിക്ക് നോ പറയാൻ പറ്റാത്ത ഒരാളാണ്. എനിക്ക് അതിനെ കൊണ്ട് പറ്റില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ശ്രമിച്ചെങ്കിലും നോക്കും എന്തെങ്കിലും, അങ്ങനത്തെ ഒരു അതുണ്ട് എനിക്ക്. നമ്മൾ പറ്റില്ല എന്ന് വിചാരിക്കുന്ന കാര്യം എങ്ങനെയെങ്കിലും ഇത്തിരിയെങ്കിലും പറ്റിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക, അങ്ങനത്തെ ഒരു ഇതുണ്ട്. ഒരിക്കലും ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം, സോളോ ട്രിപ്പ് പറ്റില്ല, ഒറ്റയ്ക്കെങ്ങും പോകില്ല. അത് മേ ബി നെവർ. അതെ, സോളോ ട്രിപ്പിൽ എനിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ എനിക്ക് കൂടെ ആരെങ്കിലും വേണം. അങ്ങനെ ഒരു മേ ബി ഒരു സന്തോഷമുള്ളൊരു കമ്പനിയുടെ കൂടെ പോകാനാണ് എനിക്കിഷ്ടം. ആൻഡ് വേർ ഡിഡ് യു ട്രാവൽ ഇൻ? ഏറ്റവും എൻജോയ് ചെയ്ത് ട്രാവൽ ചെയ്ത ചിത്ര ചേച്ചി? ലോകത്ത് എല്ലായിടത്തും ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. അല്ല, ഞങ്ങൾ അങ്ങനെ ഹോളിഡേ എന്ന് പറയാൻ അങ്ങനെ ഹോളിഡേക്ക് മാത്രമായിട്ട് അങ്ങനെ പോയിട്ടില്ല. പോയിട്ടുള്ളത് തായ്ലാൻഡിലൊരിക്കൽ പോയി. അത് ഫാമിലി എല്ലാവരും, ചേച്ചിയും ചേട്ടനും മക്കളും എൻ്റെ മോളും ഉള്ള സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ, എൻ്റെ നീസുമാർ നീസും നെഫ്യൂവും എല്ലാം ഞങ്ങൾ പിള്ളേരെയും കൂട്ടിക്കൊണ്ടൊരു തായ്ലൻഡ് ട്രിപ്പ് പോയി. അത് നല്ല രസമുള്ള ട്രിപ്പായിരുന്നു. അന്ന് എൻ്റെ മ്യൂസിക് ബുക്കില്ലാതെ പോയൊരു ട്രിപ്പാണ് അത്. പിന്നെ ബാക്കിയൊക്കെ അല്ലാതെ പിന്നെ ഒരിക്കലൊരു ആദ്യമായിട്ട് ഈജിപ്തിൽ പോയപ്പോൾ അതിലൊരു നൈൽ ക്രൂസ് പോയി. അതൊക്കെ അതും പ്രോഗ്രാം ഇല്ലാണ്ട് പോയതാട്ടോ. ഞങ്ങൾ ഈജിപ്റ്റ് കാണാൻ വേണ്ടി പോയിട്ട് വന്നു. അങ്ങനെ അപ്പം അന്നും ഇതുപോലത്തെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആ ഹോട്ട് എയർ ബലൂണിൽ കയറി. അതൊക്കെ പക്ഷെ ഒറ്റയ്ക്ക് എനിക്ക് വേണ്ട, ഒറ്റയ്ക്ക് ആരെങ്കിലും കൂട്ട് വേണം. വീടിന്റെ ബെഡ്റൂമിനകത്താണെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ കുഴപ്പമില്ല, പുറത്തിറങ്ങണ്ട. നോ എന്നെ കൊണ്ട് പറയാൻ പറ്റാത്തൊരു കാര്യം.
നോ, എനിക്ക് എന്നെ കൊണ്ട് പറയാൻ പറ്റാത്ത കാര്യം. അതെ, ആരുടെ നോ എന്ന് പറയാൻ എനിക്കൊരു വിഷമമാണ്. പക്ഷെ ഭയങ്കര ആവശ്യമുള്ളൊരു കാര്യമാണ് ഈ നോ പറയാ അല്ലേ? യെസ്, ഇതൊക്കെ ഇങ്ങനെ വന്ന എപ്പോഴും യെസ് പറയുന്ന കാര്യം. ഇതെന്തൊരു അതിശയാണിത്. ക്രീം ബണ്ണ് വേണം, കേക്ക് വേണം, പ്ലം കേക്ക്. യെസ്. ധന്യ നല്ല സീരിയസ് ആയിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ആളാണ്. ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല. ഐ എം ജസ്റ്റ് ഹാവിങ് ഫൺ. യു ആർ ലവ്ഡ്. അതെനിക്ക് മെയിനായിട്ട് ഫാമിലി, ഓഫ് കോഴ്സ് എൻ്റെ ഫാമിലി. അതല്ലാതെ പുറത്തുനിന്ന് ഈ എൻ്റെ മോള് പോയ ശേഷം അതിന് ശേഷമാണല്ലോ ഫേസ്ബുക്കൊക്കെ വന്നത്. എനിക്ക് അതിൽ കൂടെ എനിക്ക് ഒരുപാട് മക്കളെപ്പോലെ എന്നെ സ്നേഹിക്കുന്ന കുറേ കുട്ടികളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ പ്ലസ് പോയിന്റ്സ് കൂടുതൽ, എന്നാൽ കുറച്ച് അസൂയയും കുശുമ്പും ഒക്കെ കൂട്ടത്തിലുണ്ടെന്താനും. ഒരാളിനോട് കൂടുതൽ ഫോട്ടോ എടുക്കുക, അത് കണ്ടു കഴിഞ്ഞാൽ മറ്റേ ആളിനെ അസൂയ വരെ, അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഞാൻ സഹിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് പേർക്ക് എൻ്റെ അടുത്ത് വല്ല കുട്ടികൾ എന്നെ അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന കുട്ടികളുണ്ട്. വലിയ കുട്ടികളും ഉണ്ട്, ചെറിയ കുട്ടികളും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അവരാണ് ഇപ്പോൾ കൂടുതൽ യു ആർ ലവ്ഡ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് വന്നു തുടങ്ങുന്നത്. ഇങ്ങനെ ഇത്രയും പേര് നമ്മുടെ അടുത്ത് വന്ന്. അവർ മാത്രമല്ല ചേച്ചി, ഐ തിങ്ക് ചേച്ചിയുടെ പാട്ടുകൾ കേട്ട് ജീവിതങ്ങൾ ഒരു പക്ഷേ വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ചേച്ചിയുടെ ഒരു ശബ്ദം കേട്ടിട്ട് ലൈഫിൽ ഒരു ചെറിയ ഹോപ്പ് കിട്ടുന്നത്. എനിക്കൊന്നും ആരോ ചേച്ചിയോട് പറഞ്ഞിട്ടുമുണ്ട്. നമ്മുടെ രവി മേനൻ ബുക്കിനകത്ത്, രവിയുടെ പല ബുക്കുകളിലും ഇങ്ങനത്തെ അനുഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് രാജഹംസമയെ കുറിച്ച് പറഞ്ഞപ്പോൾ എഴുതിയിട്ടുണ്ട്, അതുപോലെ പിന്നെ ഒവ്വൊരു പൂക്കളുമേ എന്നുള്ള ഈ 2 പാട്ടിനെ കുറിച്ചും എഴുതിയിട്ടുണ്ടായിരുന്നു. വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ജീവിതത്തിലേക്ക് തിരിച്ചു വരെ വന്നിട്ടുണ്ട് ചേച്ചിയുടെ ശബ്ദം കേട്ടിട്ട്. യു ആർ ഇമ്മെൻസ്ലി ലവ്ഡ് ആൻഡ് ഈ ഒരു ഭാഗ്യം is huge. always smiling. അത് ഉള്ളതാ. അത് അതിന് കുറെ വഴക്ക് അമ്മയുടെ നിന്ന് പണ്ടേ കിട്ടിയിട്ടുള്ളതാണ്. ഇങ്ങനെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നതിന് ആരെങ്കിലും പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ ഇപ്പം എൻ്റെ മുഖത്തിങ്ങനെ നോക്കിയാൽ ഞാൻ ഇങ്ങനെ ചിരിക്കുക. അതെന്റെ ശീലമായി. നല്ല കാര്യല്ലേ? അത് പാടില്ല എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത്. പെൺകുട്ടികൾ എന്തൊക്കെ റൂൾസ് ആയിരുന്നു അമ്മയ്ക്ക്, ചേച്ചിക്ക്? അമ്മ ഇതുപോലെ പ്രോപ്പറായിട്ട് ഡ്രസ്സ് ചെയ്യണം, കറക്റ്റ് ഡ്രസ്സ് ചെയ്യണം എന്നുള്ളത്. പാട്ട് ചെയ്യാൻ പോകുന്നത് കോമ്പറ്റീഷന് പോകാനാണെങ്കിൽ ആ പാട്ട് തലേ ദിവസം വരെയും നല്ലോണം പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ലിറിക്സൊക്കെ ബൈ ഹാർട്ട് ചെയ്യിപ്പിച്ച് പോകുന്നതിന് മുമ്പ് രാവിലെ തൊണ്ടയ്ക്ക് പ്രശ്നമൊന്നും വരാതിരിക്കാനായിട്ട് ബട്ടറിനകത്ത് കുരുമുളകൊക്കെ വെച്ച് ഇങ്ങനെ ഉരുട്ടിയൊക്കെ കഴിപ്പിക്കുകയൊക്കെ ചെയ്യും. അമ്മയെ കൊണ്ട് പറ്റുന്നതൊക്കെ അമ്മ ചെയ്യും. പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന അതൊക്കെ അച്ഛനും ചെയ്യും. ചേച്ചിക്ക് എന്തെങ്കിലും അന്ധവിശ്വാസങ്ങളോ സൂപ്പർസ്റ്റിഷൻസോ വല്ലതും ഉണ്ടോ? ഇങ്ങനെ ഇത് ചെയ്താൽ ഇത് ശരിയാവുള്ളൂ അങ്ങനെ എന്തെങ്കിലും? അതൊക്കെ എനിക്ക് കുറേ ജപങ്ങളുണ്ട്, വെച്ചാൽ കുറേ മന്ത്രങ്ങളുണ്ട്. അപ്പം ഞാനൊരു കോൺസേർട്ടിന് പോകുന്നതിന് മുമ്പ് ആ മന്ത്രം അത്രയും ജപിച്ച് തീർത്തില്ലെങ്കിൽ എനിക്ക് മനപ്രയാസമാണ്. അയ്യോ, അതുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു തെറ്റ് വന്നു പോയാൽ ഞാൻ അല്ലെങ്കിൽ അയ്യോ ഞാനത് ഫിനിഷ് ചെയ്യാത്തതുകൊണ്ടാണോ. ചിലപ്പോൾ നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുക, അപ്പം എൻ്റെ കണക്ക് തെറ്റും. ഞാനൊരു 108 അങ്ങനെയൊക്കെയുള്ളൊരു കണക്കിലായിരിക്കും ജപിക്കുന്നത്. അപ്പം അതൊന്നും എനിക്ക് മുടക്കം വരാൻ പാടില്ല. അതൊക്കെ അസൂപ്പശി ആണ്. അപ്പം നമ്മൾ ഒരിടത്തോട്ട് പോകാൻ ഇറങ്ങുമ്പോൾ ശകുനം എതിരെ വരില്ലേ, അത് പക്ഷെ അത് ഇപ്പൊ നോക്കാറില്ല. കാരണം നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ ഇറങ്ങി ഓടുമ്പോ ശകുനം നോക്കി ഇരുന്ന് പോകാൻ പറ്റില്ല. ഇപ്പൊ ഞാനത് നോക്കില്ല. അതുപോലെ എവിടേക്കെങ്കിലും പോകുമ്പോ ടൈം നോക്കുക, അതില്ല. അതൊക്കെ നമ്മൾ പിന്നെ രാഹുകാലത്തിന് നല്ല കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ അത് നോക്കും ചിലപ്പം. അത് എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും ചോദിക്കും, എന്തെങ്കിലും നല്ല കാര്യത്തിന് പോവുകയാണെങ്കിൽ എത്ര മണിയാണെങ്കിൽ രാഹുകാലം എപ്പോൾ തീരും എന്നൊക്കെ ചോദിക്കാം. ഒന്നെങ്കിൽ അതിന് മുമ്പ് ഇറങ്ങുക, അല്ലെങ്കിൽ അതിന് ശേഷം ഇറങ്ങുക. അങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ വല്ലതും ആണെങ്കിൽ ഇപ്പം ഡ്രൈപ്പോട്ടി പോകാനോ അങ്ങനെയൊന്നും നോക്കി ഇറങ്ങാറില്ല. പക്ഷെ സൂപ്പർസ്റ്റിഷ്യസ് ആണ് പല കാര്യങ്ങളിലും. ചേച്ചിയുടെ ലൈഫിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് കരുതുന്നത് എന്തെങ്കിലും ഒരു വലിയ ലെസൺ ചേച്ചി ജീവിതത്തിൽ? എനിക്ക് ദൈവം തന്നെ ഇത്രയും വലിയ അച്ചീവ്മെന്റ്സ് ആണ്. ഞാനിപ്പോ ഒരു സാധാരണ വ്യക്തിയോടല്ല ചോദിക്കുന്നത്, somebody who has achieved so much in life. അതൊക്കെ നമ്മുടെ തലയിൽ എഴുതി വിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അല്ലാതെ ഞാൻ എന്നെക്കാൾ നല്ലോണം പാടുന്ന ആൾക്കാരില്ലാഞ്ഞിട്ടുള്ള ഞാനാണ് സുപ്രീം എന്നുള്ളതല്ല. അത് നമുക്കൊരു ഓരോരുത്തർക്കും ഓരോന്ന് എഴുതി വിടുന്നതാണ്. ഇപ്പോൾ എനിക്ക് ഒരു സൈഡിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മറ്റൊരു സൈഡിൽ നമ്മളെ തൂക്കി വിടില്ലേ, അങ്ങനെ ദൈവം താങ്ങി നിർത്തിയിരിക്കുന്നതായിട്ടേ ഞാൻ ഇതിനെല്ലാം കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഞാനാണ് അങ്ങനെ ഒരു സുപ്രീം എന്നുള്ള അങ്ങനെ ഒരു ചിന്ത അല്ല. എനിക്കിപ്പോൾ അവാർഡ് കിട്ടിയ പാട്ടുകൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും നല്ല പാട്ടുകൾക്കല്ല എനിക്ക് അവാർഡുകളും കിട്ടിയിട്ടുള്ളത്. പക്ഷേ എന്താ പറയുക, നമ്മളെ തേടി വരുന്നൊരു റെക്കഗ്നീഷൻ ഒരിക്കലും അതിനെ ഒരു നെഗറ്റീവ് പറഞ്ഞോ കുറ്റം പറഞ്ഞോ വാങ്ങിക്കളയില്ല. ഞാൻ ആരെന്ത് തന്നാലും ഞാൻ സ്വീകരിക്കും. അതുപോലെ എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ റെക്കഗ്നീഷൻസും ഞാൻ കഷ്ടപ്പെട്ടിട്ടുള്ളതിനുള്ള പ്രതിഫലമായിട്ട് തന്നെ ഞാനത് കണക്കാക്കി ഞാൻ റെസ്പെക്റ്റോടു കൂടി തന്നെ അതെല്ലാം
എപ്പോഴും സ്വീകരിക്കും ചെയ്യും. അതുകൊണ്ട് അത് ഇത് കണക്കാക്കി പറയരുത്. ചേച്ചി ഇപ്പം നമ്മൾ ജീവിക്കുന്ന AI-യുടെ അല്ലെങ്കിൽ ഇതുപോലെ ടെക്നോളജി ഇത്രയും മുന്നോട്ട് പോയിരിക്കുന്ന ആരുടെ ശബ്ദം വേണമെങ്കിലും റീക്രിയേറ്റ് ചെയ്യാൻ. ചേച്ചി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു ചേച്ചിയുടെ ശബ്ദം തന്നെ പണ്ട് അങ്ങാണ്ട് റെക്കോർഡ് ചെയ്ത് ഇൻസ്ട്രുമെന്റ് വഴി അത് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഇത് ഇത്തിരി ഈസി ആണോ ഈ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുക, അത് ഇത്തിരി ഡിഫിക്കൽട്ട് ആണോ? അല്ല, ഈസിയാണ് ഇപ്പൊ. കാരണം എന്ന് വെച്ചാൽ അവർക്കൊക്കെ ഒരു ഒറ്റ പാട്ട് കൊണ്ട് തന്നെ ഫേമസ് ആവുന്ന ആൾക്കാരില്ലേ. അപ്പൊ പണ്ടൊക്കെ ഞാനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 50-60 പാട്ടൊക്കെ പാടിക്കഴിഞ്ഞിട്ടാണ് എൻ്റെ ഒരു പടം തന്നെ ഒരു പണ്ടത്തെ ഫിലിം മാഗസീനിലൊക്കെ വന്നിട്ടുള്ളത്. അതുവരെ നമ്മളെ ആർക്കും അറിഞ്ഞോണ്ട്. ഇന്നൊക്കെ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ പിന്നെ അവർ സ്റ്റാർസ് ആണ് അല്ലേ. അപ്പം അത്രയും അവർ റെക്കഗ്നൈസ്, സോഷ്യൽ മീഡിയ അത്ര ഇതാണ്, ആക്റ്റീവാണ്. പിന്നെ മാത്രമല്ല ഇപ്പം നമ്മൾ ചില വീഡിയോസൊക്കെ കാണുന്നുണ്ടാവും, ഒരാൾ ചിലപ്പോൾ മരം വെട്ടിക്കൊണ്ട് നിന്ന് അടുത്തുനിന്ന് തന്നെ ഇരുന്ന് പാടുന്ന പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് റഹ്മാനൊക്കെ പോലെ വലിയ വലിയ ആൾക്കാർ അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, അല്ലെങ്കിൽ അവർ ലൈക്ക് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് ഒരു നിമിഷം കൊണ്ടാണ് ഓരോരുത്തരുടെ ഇത് മാറുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ പിന്നെ അവർക്ക് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കുമുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം വളരെ വളരെ കൂടുതലാണ്. ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിനുള്ള ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ചേച്ചിക്ക് എന്ത് തോന്നുന്നു, ഒരു വ്യക്തി ചേച്ചി ഈ ലെവലിൽ എത്താനുള്ള കാരണം ഓഫ് കോഴ്സ് ഇസ് യുവർ വെരി പ്ലസന്റ് ഡിമീനർ, ട്രൈ ചെയ്യാമെന്നുള്ള ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഡിഫിക്കൽട്ടി തോന്നുമെങ്കിലും ഉള്ളിലുണ്ടെങ്കിലും ഭയം ഉണ്ടെങ്കിലും യു ഗിവ് ഇറ്റ് എ ഷോട്ട്. പിന്നെ ഓഫ് കോഴ്സ് ഇസ് യുവർ ലിമിറ്റ്ലെസ് ടാലൻറ്റ് വിച്ച് ഇസ് ഗോഡ് ഗിവൻ, വാട്ട് എവർ യു കോൾ ഇറ്റ്. സോ ഇതല്ലാതെ ഇപ്പോൾ കുട്ടികൾക്ക് പുതിയതായിട്ട് വരണമെങ്കിൽ വാട്ട് ഈസ് ദാറ്റ് വൺ തിങ് യു ഫീൽ ദാറ്റ് ജനറേഷൻ ഷുഡ് നോ അബൌട്ട് ബീങ് എൻ ആർട്ടിസ്റ്റ് ഇൻ എ സിംഗർ? ഇല്ല, ഇപ്പം എനിക്ക് പറയാനുള്ളത്, ഇപ്പം പെട്ടെന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുമ്പം നമുക്ക് അതിനോട്ടുള്ള പാഷനും അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണതും കുറഞ്ഞു പോകരുത്. ഇപ്പം ഒരു ലെവൽ എത്താൻ വരെ ഇപ്പം എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും അന്നത്തെ കാലത്ത്. ഇപ്പം നമ്മൾ ദാസേട്ടനെ നോക്കുകയാണെങ്കിലും പഴയ കാലത്ത് എല്ലാ സിംഗേഴ്സിനെ നോക്കുകയാണെങ്കിലും അവർ ആ ഒരു സ്റ്റേജിൽ വരെ എത്താൻ അവരെ എന്തുമാത്രം അവർ പ്രാക്ടീസ് ചെയ്ത് എപ്പോൾ വിളിച്ചാലും നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അന്ന് എന്ത് പാട്ടാണ് പാടാൻ പോകണമെന്ന് പോലും അറിയാതെ ആയിരിക്കും പോകുന്നത്. അവിടെ പോയിട്ടല്ലേ അത് പഠിച്ച് പാടുന്നത്. അപ്പോൾ ഈ പ്രമദവനം, ഹരിമുരളീരവം ഒക്കെ ദാസേട്ടൻ പാടുമ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് വരുമ്പോൾ ഇങ്ങനത്തെ ഒരു പാട്ടാണ് പാടണമെന്ന് അറിയില്ല, പക്ഷെ അവിടെ വന്നിട്ടല്ലേ അത് പാടണം. അപ്പോൾ എപ്പോൾ വിളിച്ചാലും പാടാൻ അത്രയ്ക്ക് ദാസേട്ടൻ അത് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ചെന്ന ഉടനെ സ്പോട്ടിൽ അങ്ങനത്തെ പാട്ടിൽ പാടാൻ പറ്റുന്ന, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ വേണം ആ ഒരു ഡെഡിക്കേഷൻ. ഇപ്പം നമ്മുടെ തൊണ്ടാന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പോളിഷ് ചെയ്ത് വെച്ചാലേ വോയിസ് നമ്മൾ വിചാരിക്കുന്ന. ഞാനിപ്പോൾ ഒരു ജസ്റ്റ് എക്സാമ്പിളിന് പറയാണ്, നമ്മളൊരു കോമ്പറ്റീഷന് കുട്ടികൾ പാടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അവരുടെ സീസൺ തീരുന്നവരെ അവർ തിളങ്ങി പാടിക്കൊണ്ട് നിൽക്കുകയും ചെയ്യും. എല്ലാ ദിവസവും പ്രാക്ടീസും അത്രയും അവർക്കൊരു ഗ്യാപ്പ് വന്നു എന്ന് വയ്ക്കുക. അത് കഴിഞ്ഞ് പിന്നെ പാടുമ്പോൾ നമുക്ക് ആ വ്യത്യാസം നന്നായിട്ട് അറിയാം. ആ 1 ആഴ്ച 2 ആഴ്ച പാടാതിരുന്ന് 3-ാമത്തെ ആഴ്ച അവർ പെട്ടെന്ന് പാടുകയാണെങ്കിൽ നമുക്ക് ആ തൊണ്ടയുടെ വഴക്കം കേൾക്കുന്നത് നമുക്കറിയാം, പ്രാക്ടീസ് ഇല്ല എന്നുള്ള അപ്പം മനസ്സിലാവും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ തൊണ്ടയുടെ കാര്യത്തിൽ, സംഗീതത്തിൻ്റെ കാര്യത്തിൽ ഒരു കള്ളത്തരവും പറ്റില്ല. പ്രാക്ടീസ് അല്ലാതെ വേറെ ഒരു ഷോർട്ട് കട്ടും ഇല്ല. റെക്കോർഡ് ചെയ്ത് വേണമെങ്കിൽ വെക്കാം, പക്ഷേ നമ്മളൊരിടത്ത് നേരിട്ട് പാടുകയാണെങ്കിൽ പ്രാക്ടീസ് ഇല്ലെങ്കിൽ അത് അപ്പം അറിയാൻ പറ്റും. പ്രിപ്പയർഡ് ആയിരിക്കണം അല്ലേ? ചേച്ചി ഒരു പാട്ടുണ്ട് വിച്ച് ഇസ് മെയ്ഡ് ടു ദ ലിസ്റ്റ് ഓഫ് 1000 songs മസ്റ്റ് ലിസൺ സോങ്. കണ്ണാളനെ. അത് മറ്റേ ഗാർഡിയൻ്റെ അവരുടെ അവർ കാറ്റഗറൈസ് ചെയ്തതിൽ അത് എൻ്റെ ഒരു പാട്ടല്ല. തൊണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയൊരു ക്രെഡിറ്റ് അല്ലേ. അതായത് ഈ മനുഷ്യരാശി കേൾക്കേണ്ട 1000 പാട്ടുകളിൽ ഒരു പാട്ട് അതുണ്ട് ചേച്ചി. എനിക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നറിയില്ല ചേച്ചി. നമുക്ക് ലെറ്റ്സ് റാപ്പ് അപ്പ് ദിസ് കോൺവെർസേഷൻ വിത്ത് ദാറ്റ് ബ്യൂട്ടിഫുൾ സോങ്. ഈ പാട്ടും എൻ്റെ മ്യൂസിക്കൽ ഒരു ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ്. കാരണം ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ പലരും എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഈ പാട്ടും പിയ ബസന്തിയും വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് സോങ് തന്നെയാണത്. കണ്ണാളനേ எனது கண்ணை நேற்றோடு காணவில்லை, என் கண்களை பறித்து கொண்டு ஏன் இன்னும் பேசவில்லை, ஆளான ஒரு செய்தி அறியாமலே அலைபாயும் சிறு பேதை நானோ, உன் பேரும் என் பேரும் தெரியாமலே உள்ளங்கள் இடம் மாறும் ஏனோ, வாய் பேசவே வாய்ப்பில்லையே, வலி தீர வழி என்னவோ, கண்ணாளனே
கண்ணை நீற்றோடு காணவில்லை கண்ணாளனே താങ്ക് യു ചേച്ചി, താങ്ക് യു ഫോർ സിംഗിങ് ദിസ് സോങ്. അപ്പോൾ ഇത് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ചിന്ന ഗിഫ്റ്റാണ്. അയ്യോ ചിന്ന ഗിഫ്റ്റ് ഫോർ ആർ മാനമ്പാടി. താങ്ക് യു. ഇത് തേങ്ങാ കൊക്കോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. അവർ സ്ത്രീകളുടെ ഒരു എൻ്റർപ്രൈസാണ്. അവർ നമ്മുടെ ഡിസ്കാർഡഡ് കോക്കനട്ട് ഷെൽസിൽ നിന്ന് അവർ യൂസബിൾ കട്ട്ലറി ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ചായ കുടിക്കാനും ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സൂപ്പിനാണെങ്കിലും കഞ്ഞിക്കാണെങ്കിലും എല്ലാം ഇതിനൊരു ക്യാൻഡിൽ ഉണ്ട്, സ്പൂണും ഒക്കെ ഉണ്ട്. അതൊരു വെരി യങ് ഓൺട്രപ്രണർ ചെയ്യുന്ന ഒരു പരിപാടി. ഇത് ചിരട്ട തന്നെയാണ്. അത് സ്ത്രീകളുടെ ഒരു എന്റർപ്രൈസ് ആണ്. തീർച്ചയായിട്ടും ഇതുപോലെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളും അറിയുന്നത് ഇങ്ങനെയൊക്കെ ഇവർക്ക് ആക്ച്വലി കുറേ ബയേഴ്സ് ഉണ്ട്. താങ്ക് യു ചേച്ചി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ചേച്ചി.